നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 26, 27, 28, 29 വാക്യം. 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും കൂടി ഇളക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുകൊണ്ട് നമ്മൾ ഭയമുള്ളവരായി ഭക്തിയുള്ളവരായി യഹോവയ്ക്ക് പ്രസാദം വരുമാറ് ദൈവത്തെ നമ്മൾ സേവിക്കണം. ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുന്നത് നമ്മുടെ ദൈവം ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വാക്യം 26 അതിൽ പറയുന്നു, ഇത് ഒരു ഇളകുന്ന രാജ്യമാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണും നോക്കിക്കാണുന്ന നീലാകാശവും അടക്കം ഇത് ഇളകുന്ന ഒരു രാജ്യമാണ്. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് ഇളകുന്ന രാജ്യമാണെന്ന് പറഞ്ഞ് ഭീതി പടർത്തുകയല്ല ചെയ്യുന്നത്, കൊറോണ വൈറസ് പോലെ നമ്മളെല്ലാവരും കൂടെ വിറപ്പിക്കുകയല്ല ചെയ്യുന്നത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഇത് ഇളകട്ടെ, ഇളകാത്ത മറ്റൊരു രാജ്യമുണ്ട്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇളകുന്നത് ഈ രാജ്യമാണ്, ഇളകാത്തത് മറ്റൊരു രാജ്യമാണ്. ഇളകുന്ന രാജ്യത്തിൽ നിന്നും ഇളകാത്ത രാജ്യത്തിലേക്ക് പോകുവാൻ എന്ത് ചെയ്യണം? അതാണ് 3-ാമത്തെ വാക്യത്തിൽ. 4-ാമത്തെ വാക്യം, ഇളകുന്ന രാജ്യം ഇതാണ്, ഇളകാത്ത രാജ്യം മറ്റൊന്നാണ്. ഇളകുന്ന രാജ്യം ഇളകാത്ത രാജ്യത്തിലേക്ക് പോകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും കണ്ടില്ല എന്ന് നടിച്ച്, കേട്ടില്ല എന്ന് വിചാരിച്ച് ആണിപ്പഴുതുള്ള കരം നീട്ടി 1000 വട്ടം മാടി വിളിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് മടക്കി തട്ടിക്കളഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇതേ ആണിപ്പഴുതുള്ള യേശുക്രിസ്തുവിൻ്റെ കരം തന്നെ നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് തയ്യാറാക്കുന്ന ന്യായാധിപൻ്റെ ബലിഷ്ഠമായ കരമായും തൂലികത്തുമ്പായും മാറും എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ഈ ശിക്ഷയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഇന്ന് രാത്രി രക്ഷയെക്കുറിച്ചാണ് പറയേണ്ടത്. ഈ രാത്രിയിൽ ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണങ്ങളുടെ ഒരു പാർട്ട് മാത്രം എടുത്ത് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രസംഗ വിഷയത്തിൽ ഇന്ന് രാത്രി ഞാൻ ഇടുന്ന പേര് ഇളകാത്ത രാജ്യം എന്നുള്ളതാണ്. സ്തോത്രം. ആരോട് പറയാം? അല്ല, ബസ് സ്റ്റാൻഡിൽ പോയി പറഞ്ഞിരുന്നെങ്കിൽ അവർ ചോദിച്ചെന്നെ ഇതെന്നാ ഭാഷ ഇളകാത്ത രാജ്യമെന്ന്. ഇവിടെ ചോദിച്ചിട്ട് ആരോട് പറയാം? നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടിട്ട് നിങ്ങളെ JCB കൊണ്ടുവന്ന് ഇളകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ പാട്ടൊക്കെ പാടിപ്പോൾ ഞാൻ വിജയ് ഇളകി മറിഞ്ഞ് കിടക്കുക, പിന്നെ ഒന്ന് ചുമ്മാ ഒരു പടക്കം പൊട്ടിച്ചാൽ മതിയായിരിക്കുമെന്ന്. സ്തോത്രം. എൻ്റെ മക്കളെ, ഇത് ഇളകാത്ത രാജ്യം തന്നെയാണ്. ഇവിടം ഇളകും, ഇതിളകും. ഇവിടെ എന്തെല്ലാം നമ്മൾ കാണിച്ചു, ഇതെല്ലാം ഇളകും. ഇളകാത്ത രാജ്യം. ഒത്തിരി താമസമൊന്നുമില്ല. 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുപ്പട്ടി പോലെ തൂക്കി നിർത്തിയ ആ രാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ പോവുകയാണ്. ചുമ്മാ തമാശയ്ക്ക് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ഒന്ന് വിചാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ ചേർത്തിണക്കി പാടിയൊന്നുമല്ല. ആ പാട്ട് ധ്യാനിച്ച് പാടിയാൽ നമ്മൾ സ്വർഗത്തിൽ എപ്പോഴേ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ രാത്രിയിൽ സുവിശേഷ യോഗം അവസാനിക്കുമ്പോൾ, കഴിഞ്ഞ 3 രാത്രികളിലായി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്ന് രാത്രി യോഗം അവസാനിക്കുമ്പോൾ നിത്യതയുടെ പ്രത്യാശയുടെ തീരത്തേക്ക് ചിറകടിച്ച് പറന്നു പോകുന്ന ഒരു യോഗമായി ഈ രാത്രി യോഗം തീരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയുന്ന ഇളകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെല്ലാം ഇളകി തെറിച്ച് ഇവിടുന്ന് മാറ്റപ്പെടുമെന്നാണ് പറഞ്ഞത്. ഭൂമി എങ്ങനെയാണ് ഇളകുന്നത്? എത്ര ലോകമുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കെനോട്ടിക് പാസേജ് എന്ന വേദശാസ്ത്രം വിളിക്കുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ. അതിൻ്റെ 6, 7, 8, 9, 10, 11 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 7 പടികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന 7 പടികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരും എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. തുടങ്ങുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവസാനിക്കുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. രണ്ടും ചേർത്ത് വെച്ച് ഒരു വാചകം പോലെ പറഞ്ഞാൽ, ഇത്രയും ഉയരത്തിലിരുന്ന ഒരാൾ ഇനി ഇതിൽ കൂടുതൽ താഴാനില്ല. അതുകൊണ്ട് ഇത്രയും താണു വന്നതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തുന്ന രംഗം കണ്ടോളണം. സകല നാമത്തിനും മേലായ നാമമായിട്ട് അവനെ ഉയർത്തി. എന്നിട്ട് പറയുകയാണ്, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ. അപ്പോൾ എത്ര ലോകം?
3 ലോകം. നമ്മുടെ ആളുകൾ എത്ര പേര് ഇരിക്കുന്നുണ്ട്? 500 അല്ലെങ്കിൽ 600 പോട്ടെ, 1000 സെൻട്രലിൽ സന്തോഷം ആയിക്കോട്ടെ, 1000 പേര് നമ്മുടെ യോഗത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ആർപ്പിടുന്ന കണ്ടാൽ ഏതാണ്ട് 1,00,000 ആളുകൾ ആർപ്പിടുന്ന പോലെ. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അത്രേ കാര്യമുള്ളൂ. നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണമല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മുടെ നടുക്കിയിരിക്കുന്നവൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കണം, 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന ഒരു നാമം. എൻ്റെ പ്രസിദ്ധമായ 3 പ്രസംഗങ്ങൾ അവിടെ നിന്ന് അതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ആളുടെ മുൻപിലാണെന്ന് ചോദിച്ചാൽ 3/4 ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത 3-4 പേർ മുക്കിയും മൂളിയും മുക്കുവണ്ടങ്ങൾ കൊണ്ട് അണയിച്ചൊരുക്കി ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന ഒരു കുട്ടി ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് രാത്രി നമ്മളിരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിൻ്റെ മുൻപാകെ ഇന്ന് രാത്രി ഇരിക്കുവാൻ കൃപ നൽകിയല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ 2 ലോകങ്ങൾ നശിക്കുകയില്ല, രണ്ടും നിത്യതയാണ്. 1 സ്വർലോകം നിത്യതയാണ്, 2 അധോലോകം. അധോലോകം എന്ന് പറഞ്ഞാൽ മുംബൈയിലെ അധോലോകമല്ല, ഭൂമിയുടെ 2ാമത്തെ ഭാഗമായി 2870 കിലോമീറ്റർ ഘനമുള്ള മാൻഡിൽ എന്ന് പറയുന്ന ഭാഗത്ത് 20 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുണ്ട്. അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് അബ്രഹാമിൻ്റെ മടിയും അതുപോലെ യാതനാസ്ഥലവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ. അവിടെയാണ് 4000 വർഷം കൊണ്ട് മരിച്ചുപോയ പഴയമത്തിലെ ഭക്തന്മാർ താമസിച്ചിരുന്ന സ്ഥലം. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇപ്പോൾ അധോലോകമെന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള നരകത്തിനും മാറ്റമില്ല. സ്വർഗം നിത്യതയാണെന്ന് എല്ലാവർക്കും അറിയാം, നരകം നിത്യതയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ല. നിത്യത എന്ന വാക്ക് അതിനുപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടേക്ക് എങ്ങനെ പോകുന്നേ? പേടിക്കണ്ട, മനുഷ്യരാരും നരകത്തിൽ പോകത്തില്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറയുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, നമ്മളാരും അവിടെ പോകത്തില്ല. പിന്നെ അവിടെ പോകണമെങ്കിൽ അതിൻ്റെ യോഗ്യത നേടണം. എന്താണ്? പിശാചിൻ്റെ മക്കളായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ സെൻട്രൽ ജയിലൊക്കെ ഇഷ്ടംപോലെയുണ്ട്. 3 സെൻട്രൽ ജയിൽ, 33 സബ് ജയിൽ, ഒരു വനിതാ ജയിൽ, ഒരു ഓപ്പൺ ജയിൽ ഒക്കെ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. ഭയങ്കര ശാപ്പാടാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ 2.25 കോടി രൂപയുടെയൊക്കെ ചപ്പാത്തിയാണ് ഒരു വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മാട്ടിറച്ചി അല്ലാതെ ആട്ടിറച്ചിയൊന്നും നമ്മൾ മേടിക്കാറില്ല. അവിടെ ആട്ടിറച്ചിയാണ്. നാളെ ഒരുത്തൻ കൊച്ചിനെ കൊന്നു ചെയ്യുന്നപ്പോൾ അവന് ആദ്യം കിട്ടിയത് വ്യാഴാഴ്ച ദിവസം ആട്ടിറച്ചിയായിരുന്നു. അവൻ പറയാൻ നിച്ചോട് നേരത്തെ വരായിരുന്നു ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന് കിട്ടിയത് ആട്ടിറച്ചി ആയിരുന്നിച്ചോട് നേരത്തെ വരായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്ന് ഒന്നിനോടെ കൊല്ലായിരുന്നോ എനിക്കറിയില്ല. എൻ്റെ കാര്യം എന്തായാലും അവിടെ നമുക്കതിനെ ഓടിക്കയറാനൊന്നും പറ്റില്ല. നമ്മൾ സെൻട്രൽ ജയിലിൽ ചെന്നിട്ട് ഇവിടെ ആട്ടിറച്ചി ഉണ്ട്, ഗോതമ്പുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കയറാൻ നടക്കില്ല. ചുരുങ്ങിയ പക്ഷം പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ്റെ മുഖത്ത് ഒരു മേരിക്കോം പഞ്ചെങ്കിലും ചുമ്മാ കൊടുക്കാതെ ഫ്രീ എൻട്രി അതിനകത്തൊട്ട് ആരെയും കയറ്റിവിടത്തില്ല. അപ്പം നരകത്തിൽ പോകാനും ഒരു യോഗ്യത വേണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഈ ഷാജിൻ്റെ മക്കളായി തീരണം. അതിനെന്ത് ചെയ്യണം? പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും വേണ്ട. ഈ പോക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് പണ്ടത്തെ ഉപദേശമായിട്ട് പറഞ്ഞ പോലെ എന്നാലും അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് പറയാം. എന്താണ്? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. അപ്പോൾ എപ്പോഴാണ് പാപം ചെയ്യുന്നത്? ഒരു 10-12 വയസ്സ് വരെ നമ്മൾ പാപം ചെയ്തവരായിട്ട് അവരെ പ്രഖ്യാപിക്കാറില്ല. ജന്മപാപം കർത്താവ് ക്രൂശിൽ തീർത്തതിനാൽ ജന്മപാപം അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് ശേഷമാണ് കർമ്മപാപം ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് മുഹമ്മദിൻ്റെ കുട്ടി മരിച്ചാലും, കൗസല്യയുടെ കുഞ്ഞ് മരിച്ചാലും, മത്തായുടെ കുഞ്ഞ് മരിച്ചാലും എല്ലാ കുഞ്ഞുങ്ങളും എവിടെ ചെല്ലും? മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ വരണം? കണ്ടോ? നിങ്ങൾ തിരിഞ്ഞ് മുതുക്കന്മാരെ പോലെ വരണമെന്നല്ല, പിന്നെ ആരെ പോലെ വരണമെന്നാ? അവരെയൊക്കെ നോക്കിയാൽ ഉള്ള സീറ്റ് കൊണ്ട് നഷ്ടപ്പെടും ചിലപ്പം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല എന്നാണ് കർത്താവ്. 4 പ്രത്യേകതകൾ അവരുടെ ജീവിതത്തിനകത്തുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന ഈ കർമ്മപാപം കൊണ്ടാണ് നമ്മൾ പാപികളായി തീരുന്നത്. പാപം ചെയ്യാത്ത ആരും ലോകത്തിൽ ഇല്ലല്ലോ. പാപിയല്ലാതൊരു നരനില്ല ഭൂതലെ കൈതമേൽ കായ്ക്കുന്നതിനും മുള്ളുണ്ടാകാം. എല്ലാവർക്കും പാപമുണ്ടെന്നുള്ളത് യഥാർത്ഥമായ വസ്തുതയാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അങ്ങനെ നമ്മൾ നരകത്തിലേക്ക് പോകാൻ ഇടയായിത്തീരും. അപ്പോൾ ഇനി സ്വർഗത്തിലേക്ക് പോകണം എന്ത് ചെയ്യണം? എത്ര സിമ്പിളാണ് ബൈബിളിൻ്റെ പ്രൊസീജിയറുകൾ നമ്മൾ നോക്കുക. പാപം ചെയ്യുമ്പോൾ പിശാചിൻ്റെ മക്കളാകും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകാൻ എന്ത് ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാം. അതാര് പറഞ്ഞു? മതങ്ങൾ പറയില്ല. പറഞ്ഞാൽ ഭണ്ഡാരപ്പെട്ടി പൂട്ടേണ്ടി വരും. സംഘടനകൾ പറയില്ല. അതുകൊണ്ട് കർത്താവ് നേരത്തെ ആധാരം എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്, ഞാൻ അവർക്ക് അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ നമ്മളൊക്കെ ഈ അധികാരത്തിൻ്റെ പരിധിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ നിത്യതയും അല്ലെങ്കിൽ നരകവും 2 സ്ഥലത്തേക്ക് മാറി ഇതുവരെ പോയിട്ടില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശുവല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല, നരകത്തിലേക്കും ആരും പോയിട്ടില്ല.
പുതിയതായിട്ട് പണി കഴിപ്പിച്ച ബിൽഡിങ്ങിൻ്റെ റിബണൊക്കെ വലിച്ചു കിട്ടി താലത്തിൽ കത്രികയുമായിട്ട് പിള്ളേർ നിൽക്കുന്ന പോലെ നാടമുറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഉപദേശ വിഷയങ്ങളോട് ചിന്തിച്ചോളണം. അങ്ങടെ ആരും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങടെ ആരാണ്ടൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അവിടെയും ആരും പോയിട്ടില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ പോയിട്ടുള്ളൂ. അതൊക്കെ വിസ്തരിച്ച് പറയാൻ നേരമില്ല. സംഗതി വെള്ളത്തിലാകരുത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അപ്പോൾ ഇപ്പം മരിച്ചവരെവിടെ പോകും? അത് പറയാനും തെളിയിക്കാനും സമയം പോരല്ലോ. എന്തായിരുന്നാലും ഇവിടുത്തെ മതങ്ങൾ പലതും പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം മരിച്ചു പോകുന്ന ആളുകൾ 1 ലിംബസ് ഇൻഫാൻഡം, 2 ലിംബസ് പാട്രം, 3 പർഗട്ടോറി ബെസ്പുർക്കാന എന്ന് പറയുന്ന സ്ഥലമാണ്. 4മത്തേതാണ് യാതനാ സ്ഥലമായിട്ട് അവർ പറയുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ മതങ്ങൾ ആളുകളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ്. നമ്മളതിലേക്കൊന്നും ഇപ്പോഴും വരുന്നില്ല. നമ്മൾ വരുന്ന ഭാഗം ചില കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ചെയ്തോളും. നിങ്ങളെല്ലാം കൂടെ നോക്കി പീഡിപ്പിച്ചാൽ അവർക്ക് കൈ വിറയ്ക്കും. അതുകൊണ്ട് നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ മതി. നമുക്കൊന്നും അത് അറിയത്തുമില്ല. അതൊരു ഭംഗിയായിട്ട് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ലോകം നശിക്കുകയില്ല. ഈ 2 ലോകത്തിലേക്കും പോകേണ്ട ആളുകൾ എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളും നരകത്തിലേക്ക് പോകേണ്ട ആളുകളും ഭൂലോകത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഭൂലോകത്തിലുള്ള ആളുകൾ മരിക്കുന്നതിന് മുൻപ് എവിടെ പോകണം എന്ന് അവർ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങളും മറ്റുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം എങ്ങനെയാണ് മാറുന്നത് എന്ന് നമുക്ക് നോക്കണമല്ലോ. ആ 2 ലോകം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവസഭയാകുന്ന മണവാട്ടി നിത്യത്തിൽ കാലുകുത്തണം. അപ്പോൾ സ്വർഗരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടും. അതുപോലെ പിശാചും കള്ളപ്രവാചനൊക്കെ താഴോട്ട് ചെല്ലുമ്പോഴാണ് അതും നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊക്കെ കർത്താവിൻ്റെ വരവിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ 2 ലോകം ഉദ്ഘാടനം ചെയ്യപ്പെടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂലോകം ഇവിടുന്ന് ഇളകി മാറണം. ആദ്യം ഇതാണ് സംഭവിക്കേണ്ടത്. ഈ ഭൂമിക്ക് ഇളക്കം തട്ടുന്നതിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ വായിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പറഞ്ഞാൽ തീർന്നു എന്ന് നമുക്ക് മൂലഭാഷ എന്ന മലയാളത്തിലേക്ക് തനിമയാർന്ന് വ്യാഖ്യാനം നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ വായിക്കുമ്പം ഒരു മിസ്റ്റേക്ക് നമുക്കുണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഈ ഭൂമിയെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്ന ഒരു ചിന്ത അവിടെ നമ്മൾ കിടക്കുന്നുണ്ട്. കാരണം വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. വെള്ളമെല്ലാം ഒരു സ്ഥലത്തോട്ട് കൂടി. അപ്പോൾ അത് 79%. അപ്പോൾ എന്ത് ചെയ്തു? അതിന് സമുദ്രം എന്ന് പേരിട്ടു. അതിനുശേഷമായിട്ട് ഉണങ്ങിയ സ്ഥലം 21%, അതിന് കര, ഭൂമി എന്ന് പേരിട്ടു. പക്ഷേ 136-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ ശരിയായ പദം വായിക്കുന്നുണ്ട്, ഭൂമി വെള്ളത്തിന് അടിയിലല്ലായിരുന്നു, പിന്നെ എവിടെ ആയിരുന്നു? വെള്ളത്തിന് മുകളിലാണ്. 136-ാമത്തെ സങ്കീർത്തനം എങ്ങനെയാണ്? ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നാണ്. അപ്പോൾ ഭൂമി വെള്ളത്തിൻ്റെ മീതെ തന്നെയായിരുന്നു. അപ്പോൾ ഭൂമിയെ, വെള്ളത്തിൻ്റെ മീതെയായിരുന്ന ഭൂമിയെ
ലൂസിഫർ, യെശയ്യാവ് 14, എഹെസ്കേൽ 28. ഈ 2 അധ്യായത്തിൽ കാണുന്ന സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിൽ നടക്കുന്നത്. അങ്ങനെ ഈ ഭൂമി മലിമസമായി തീർന്ന് അതിനെ ശുദ്ധീകരിച്ച് ആദാമിന് കൊടുത്തേച്ച് പറഞ്ഞു, ആദാമേ, ഇനി ഇതിനകത്ത് പാപമൊന്നും ചെയ്യിപ്പിക്കരുത്. പറഞ്ഞു തീരും മുൻപ് പാപം ചെയ്തു. നോഹയുടെ കാലഘട്ടം എത്തി. അങ്ങനെ പാപം വർദ്ധിച്ചപ്പോൾ ഈ ഭൂമിയെ വീണ്ടും വെള്ളത്തിനകത്തിട്ട് മുക്കി അരരാത്തിൻ്റെ മുകളിൽ വരെ വെള്ളം പൊക്കി അതിനെ കഴുകി ശുദ്ധീകരിച്ചിട്ട് ദൈവം നോഹയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും ഇതുപോലെ പാപം വർദ്ധിപ്പിക്കരുത്. പിന്നെ ആ പാപം വർദ്ധിച്ചു. നോഹയുടെ കാലഘട്ടത്തിലെ 4 പാപങ്ങൾ ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചു വരുന്നു. 1, വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന കാലഘട്ടമായിരുന്നു. 2, വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്ന കാലഘട്ടമായിരുന്നു. 3, സുവിശേഷ പ്രസംഗങ്ങൾക്ക് വലിയ പ്രസക്തി അർഹിക്കുന്ന ഗൗരവം ആളുകൾ കൊടുത്ത ഒരു കാലഘട്ടം അല്ലായിരുന്നു. 4-മത്തേത്, അല്പജനം മാത്രമേ പെട്ടകത്തിനകത്ത് ഉയരത്തിലെത്തിയുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോകുവാൻ ഇടയായി. അത് വിസ്തരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. 2 പ്രാവശ്യം ഈ ഭൂമിയെ ഇങ്ങനെ നശിപ്പിച്ചത് കൊണ്ട് ഇനി വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് ഇനി ഈ ഭൂമി ശേഷിക്കുന്നത് തീക്കായിട്ട് ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പത്രോസും പൗലോസും എല്ലാം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും മൂലപദാർത്ഥങ്ങളും എന്തു ചെയ്യും? കത്തിയഴിയും എന്ന് പറഞ്ഞാൽ കത്തിയാൽ അഴിയും. വിഭജിക്കുവാനാകാത്തത്. ഇതാണ് ആറ്റം കണ്ടുപിടിച്ചപ്പോൾ ആദ്യം ലോകം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുന്നത്, ഈ മേലെയുള്ള രാജ്യം ഇവിടെ സ്ഥാപിതമാകുവാൻ തുടങ്ങുന്നത് കൊണ്ട് ഈ ലോകം ഇവിടുന്ന് ഇളകി മാറണം. അതുകൊണ്ട് ഈ ഭൂലോകം ഇളകി മാറുന്ന 2-3 തെളിവുകൾ പറഞ്ഞ് ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗം അവസാനിക്കും. ഒന്നുകൂടെ പറയുന്നു, ഇത് ഇളകുന്ന രാജ്യമാണ്, ഇളകാത്ത രാജ്യം മറ്റൊന്നാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഇത് ഇളകി മാറണമെങ്കിൽ എവിടെ ഇളകണം? ഈ ഭൂമിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1, 35 കിലോമീറ്റർ ദൂരം ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. 2, 2870 കിലോമീറ്ററാണ്, അത് മാൻഡിൽ എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെയാണ് ഏതാണ്ട് 20 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഉള്ളത്. അതിനുശേഷം 3-മത്തെ ഭാഗം എന്താണെന്ന് ശാസ്ത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ആഹാരം ഉളവാക്കുന്നു, അതിൻ്റെ അധോഭാഗം എന്ന് പറഞ്ഞാൽ ലോവർ, ലോവസ്റ്റ് 3-മത്തെ ഭാഗം. 2-മത്തെ ഭാഗം പിന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് തീ കൊണ്ടെന്ന പോലെ മറിയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യൻ ശാസ്ത്രജ്ഞനായ അസക്കോവ് ഭൂമിയെ കുഴിച്ചു എന്നപ്പോൾ അയ്യോ എന്ന് നമ്മൾ മലയാളത്തിൽ വ്യാഖ്യാനിക്കുന്ന പോലെയുള്ള ശബ്ദം കേട്ടതായി വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ പ്രസംഗവേദിയിൽ കേട്ടിരുന്നല്ലോ. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, 2905 കിലോമീറ്റർ താഴോട്ട് പോയാൽ പിന്നെ എരിയുന്ന നരകമാണ്. അപ്പോൾ അത് ഇളകി വരണം. 2-മത് നേരെ മുകളിൽ ശൂന്യാകാശമാണ്, അവിടെയും ഇളകണം. ഈ 2905 ഇളക്കം തട്ടുകയും അത് ഇളകുകയും ചെയ്യുമ്പോൾ ഈ ഭൂലോകം അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. ഇത് അങ്ങോട്ട് മാറിപ്പോകുമ്പോഴാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 10 സെൻറ്റിനകത്തൊരു പഴയ വീടുണ്ട്. കഴുക്കോല് ദ്രവിച്ചു, ഉത്തരം ദ്രവിച്ചു, ഓലയൊക്കെ ദ്രവിച്ചു തുടങ്ങി. ഒരു പുതിയ വീട് പണിയുവാൻ 1 കോടി രൂപയും ഉണ്ടെങ്കിൽ പഴയ വീടല്ലേ ഇരുന്നോട്ടേത് കരുതി അതിൻ്റെ പുറത്തല്ല വീട് പണിയുന്നത്. അത് അടിസ്ഥാനം വരെ തോണ്ടിക്കളഞ്ഞിട്ട് പുതിയ വീട് പണിയുന്ന പോലെ ദ്രവിച്ചു തുടങ്ങിയ ഈ ഭൂമിയെ മാറ്റിയിട്ട് ദ്രവിക്കാത്ത മറ്റൊന്ന് ഇവിടെ സ്ഥാപിതമാകും. 5 വീടുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. 1 ഇസ്രായേൽ ഒരു വീടാണ്, 2 ദൈവസഭ ഒരു വീടാണ്, 3 നമ്മുടെ ശരീരം ഒരു വീടാണ്, 4 നമ്മൾ താമസിക്കുന്ന ഒരു വീടാണ്, 5 4 വീടുകളും ഭൂമിയിലാണ്, 4 വീടും കഴിഞ്ഞ 5-മത്തെ വീട് സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് 5-മത്തെ വീട് സ്വർഗത്തിൽ പണിത്? 1 ഇസ്രായേൽ ഒരു വീടാണ്. എവിടെ വാക്യം? രൂത്തിനെ മൂപ്പന്മാർ അനുഗ്രഹിക്കുമ്പോൾ പറയുകയാണ്, രൂത്തേ, യഹോവ നിന്നെ റാഹേലിനെ പോലെയും
ലേയെ പോലെയും അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഇസ്രായേലാണ് ഒന്നാമത്തെ വീട്. രണ്ടാമത്തെ വീട് ദൈവസഭ ഒരു വീടാണ്. തിമോത്തിയോസ് 3:15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള സഭയാകത ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്നാൽ, സഭ ഒരു വീടാണ്. അവിടുത്തെ വീട്ടുകാരനാ പാസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ആ വീടും ഈ ഭൂമിയിലാണ്. മൂന്നാമത്തെ വീടാണ് നമ്മുടെ ശരീരം. 70 ഏറെയായാൽ 80 മാത്രം. അത് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയാണ്. അത്രയല്ല, 120 വരെ അങ്ങോട്ട് പോകാം. എന്തായാലും ഒരു 35 വയസ്സ് വരെ മാത്രമേ ശരീരം വളരുകയുള്ളൂ. വളർന്നു കഴിയും. പിന്നെ 35 കഴിഞ്ഞാൽ വളരുമൊന്നുമില്ല, വളരും. അത് മേലോട്ടല്ല എന്ന് മാത്രം, താഴോട്ടായിരിക്കും, പടവലങ്ങ പോലെ. അപ്പം നമ്മൾ ഈ 35 കഴിഞ്ഞ് ഉറി പോലെ 8 പോലെ വയറൊക്കെ താഴോട്ട് വരും. മനസ്സിലാക്കിക്കൊള്ളണം, അയ്യോ കൊച്ചമ്മണിക്ക് ഭയങ്കര വെളുപ്പാണല്ലോ എന്നല്ല പറയേണ്ടത്, അത് കുഴിയിലേക്ക് പോവുകയാണല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം മനുഷ്യന് 70 നേരെ മണ്ണിലേക്ക് ചേരും. നാലാമത് നമ്മുടെ വീടാണ്. കൈകൾ കൊണ്ട് പണിത വീട് ആണ് നമ്മൾ കാണുന്നത്. ഒരു മുറി മുതൽ 1768 മുറികൾ വരെയുള്ള വീടുകൾ ലോകത്തിലുണ്ട്. അത് കാലപ്പഴക്കത്താൽ ജീർണിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 വീടുകളും തകരുന്ന വീടുകളാണ്. ഒന്ന് ഇസ്രായേൽ. AD 70 72 രാജ്യങ്ങളിലേക്കും AD 135 ഹാദ്രിയൻ കൈസറിന്റെ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. 70 ആലയം, 135 രാജ്യം നഷ്ടപ്പെട്ടു. ഇസ്രായേൽ തകർന്ന തരിപ്പണമായി. ഉൽപ്പത്തി പുസ്തകം 15:15 അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത നദി മുതൽ നദി വരെ എന്ന പ്രവചനം, ആ വാഗ്ദത്ത ഭൂമി ഇനി അവർക്ക് ലഭിക്കത്തില്ല. യോർദാൻ മാറിപ്പോയി, പാലസ്തീൻ മാറിപ്പോയി, ഭൂപ്രകൃതിയിൽ അവർക്ക് നാശം സംഭവിച്ചു. 2 ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ ഇവിടെ നിന്ന് മാറിപ്പോകയപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. 3 ശരീരം ഈ മണ്ണിലേക്ക് തിരികെ ചേരും. 4 കൈകൾ കൊണ്ട് പണിത വീട് കാലപ്പഴക്കത്തിൽ ജീർണിക്കും. പണ്ടൊക്കെ വീട് പണിയുമ്പോൾ 25 കൊല്ലം കഴിയുമ്പോൾ ട്രസ് വർക്ക് ചെയ്യും, ചോരാതിരിക്കാൻ. അത് പണ്ട്. ഇപ്പോഴത്തെ വീട് ഇപ്പൊ പണിയുമ്പോഴേ ട്രസ് വർക്ക് ചെയ്യും. ഇങ്ങനെ അവർക്കറിയാം ഇത് പെട്ടെന്ന് ചോരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. പണ്ടൊക്കെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ആളുകൾ പത്രത്തിൽ കൊടുക്കുന്നത്. നമുക്കൊരു വലിയ ആശ്ചര്യമായിട്ടും സന്തോഷമായിട്ടും തോന്നുമായിരുന്നു. ഇപ്പോഴൊക്കെ കല്യാണം കഴിച്ച 1ാമത്തെ വർഷം പത്രത്തിൽ കൊടുക്കും, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. എന്താ കാര്യം? ഇത് 25 വരെ പോകൂല എന്ന് ആ പിള്ളേർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് 1ാമത്തെ വർഷം തന്നെ അവരത് കൊടുക്കുന്നത്. അപ്പൊ ഈ 4 വീടും തകരും. പ്രിയപ്പെട്ടവര്, ഇത് 4ഉം തകരുമെന്ന് കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. 8.25 കോടി സ്വത്ത്, 2 കപ്പല് വിട്ടിട്ട് അദ്ദേഹം കർത്താവിന്റെ പിറകെ പോയി. ഇന്നത്തെ കർത്തദാസന്മാരെ കുറിച്ചല്ല പറയുന്നത്. അന്നത്തെ കർത്തദാസന്മാരെ കപ്പൽ വിട്ടേച്ച് കർത്താവിന്റെ പുറകെ പോയി. ഇന്നത്തെ കർത്തദാസന്മാര് കർത്താവിനെ വിട്ടാലും വേണ്ടില്ല, 2 കപ്പൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അവർ പോകുന്നത്. ഇതിലും പോട്ടെ പൗലോസ് പറയുകയാണ്, ഞാൻ ഇതെല്ലാം വിടുകയാണ്. എവിടെ വിട്ടു? ഈ 8.25 കോടി സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇട്ടില്ല. ഇട്ടെങ്കിൽ അദ്ദേഹം ആ പാസ്ബുക്ക് എടുത്ത് നോക്കുമായിരുന്നു, പലിശ എന്തോരുമായി എന്നറിയാൻ. അദ്ദേഹം ഫ്രിഡ്ജിൽ വെച്ചില്ല. വെച്ചെങ്കിൽ നമ്മുടെ അമ്മച്ചമാരെടുത്ത് നോക്കിയാൽ വളിച്ചോ പുളിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചില്ല, അത് ബാങ്കിൽ ഇട്ടില്ല. ഇട്ട സ്ഥലം പറയാം, മൂക്കത്ത് വിരൽ വെച്ച് പോകും. കുപ്പത്തൊട്ടിയിലാണ് 8.25 കോടി സ്വത്ത് ഇട്ടത്. എവിടെ വാക്യമെന്നറിയാമോ? പിൻപിലുള്ളതിനെ മറക്കണമെങ്കിൽ തിരിച്ചു ഓർക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് തന്നെ ഇടന്റെ. പ്രിയപ്പെട്ടവരെ, മറന്നിട്ട് ഈ വന്യവയോധികനായ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വാർദ്ധക്യം കുളിര് കോരുന്ന ഈ ചർമ്മം പുതയ്ക്കുവാനുള്ള പുതപ്പ്, വായിക്കുവാൻ ലിഖിതങ്ങൾ മറന്നുപോയെങ്കിലും ചുളിവ് വീഴാത്ത മനസ്സിനകത്ത് 5ാമത്തെ വീട് മറന്നില്ല. അതാണ് ലേഖനം പറയുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ വകദാനമായൊരു കെട്ടിടം സിമന്റും കമ്പിയും കൂടെ കൂട്ടി ഉറപ്പിക്കുന്ന നിങ്ങളുടെ ഏത് വീടും തകരുമ്പോൾ ഞങ്ങൾ പറയുന്നു, ആണിപ്പഴുതുള്ള കരങ്ങളാൽ ദൈവം തമ്പാൻ കരുത്തുറ്റ കരാങ്കുലികൾ കൊണ്ട് നിത്യതയിൽ പണിയുന്ന വീട് ഇതെല്ലാം ഇളകി മാറുമ്പോൾ അത് ഇവിടെ സ്ഥാപിതമാകുവാൻ തുടങ്ങുകയാണ് എന്നാണ്. അതിൻ്റെ ചില തെളിവുകളിലേക്കാണ് വരുന്നത്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. അതാണ് നമ്മൾ ചെയ്തത്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ ലക്ഷണങ്ങൾ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര ലക്ഷണങ്ങളുണ്ട്? യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിനകത്തുണ്ട്. 1 മത്തായിയുടെ സുവിശേഷം 24, 2 മർക്കോസിന്റെ സുവിശേഷം 13, 3 ലൂക്കോസിന്റെ സുവിശേഷം 21. ഈ 3 അധ്യായങ്ങളെ വേദചിന്തകന്മാർ വിളിക്കുന്നത് യഹൂദന്റെ മുപ്പിരിച്ചരട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിലാണ് അവർ വിളിക്കുന്നത്. ഈ അധ്യായങ്ങളിലും പഴയ പുതിയ നിയമങ്ങളുടെ നിരവധി പേജുകളിൽ ചിതറി വിതറിക്കിടക്കുന്ന 150 ലക്ഷണങ്ങളാണ് യേശുവിന്റെ വരവിന് മുൻപ് നടക്കേണ്ടത്. അതിൽ ഭൂലോകം ഇളകുമ്പോൾ ആദ്യം എവിടെയാണ് ഇളകുന്നത് എന്നറിയാൻ ഒരു വാക്യം നിങ്ങൾ വായിക്കണം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാൽ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഹഗ്ഗായി 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ വാക്യം വായിക്കുന്ന നല്ലതാണെങ്കിലും നിങ്ങൾ ഈ പുസ്തകം ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഒരു വാക്യം തുറന്ന് വായിച്ചാൽ കൊള്ളാമെന്ന്. ഇത് മൈക്കിൽ കൂടെയൊക്കെ വായിക്കുന്ന നല്ലതാണ്, അങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെക്കുന്ന നല്ലതാണ്. 2-3 വാക്യങ്ങൾ കൂടെ വായിക്കാനുണ്ടാകും. അതുകൊണ്ട് ആ ഒരു സംവിധാനം ചെയ്തു കൊടുത്താൽ ഈ വായിക്കുന്നയാൾ തുറന്ന് വായിച്ചോളും. ഹഗ്ഗായി പ്രവചനമാണ് വായിച്ചത്, 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആളുകൾ ഹഗ്ഗായി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകം നോക്കി ഫിലിപ്പിയ ലേഖനവും കടന്നു എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നുമക്കൾ, അവിടെ അല്ല ഈ സാധനം, പഴയമത്തിനകത്താണ്. നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്വത്വം പറഞ്ഞാട്ടെ. അങ്ങനെയുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ഞാൻ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട്. ഒന്നാമത് എവിടെ ഇളക്കും പറഞ്ഞ്? ആകാശത്തെ ഇളക്കും. 2-ാമത് എവിടെ ഇളക്കും? ഭൂമി ഇളക്കും. 3-ാമത് എവിടെ ഇളക്കും? കടൽ. അത് കഴിഞ്ഞ് കര. എന്തിനാണ് ഇങ്ങനെ ഇളക്കുന്നത്? എന്തിനിളക്കുന്നത്? അടുത്ത വാക്യം, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പണ്ട് കാലത്തൊക്കെ യന്ത്ര സംവിധാനങ്ങൾ കുറവാണല്ലോ. അമ്മച്ചിമാര് പാതിരാത്രിക്ക് തൈരിനകത്തിന്റെ കടകോലിട്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഒരു ഊടായിപ്പ് ഇളക്കുണ്ട്. അപ്പൊ പിള്ളേർ ഒരു അമ്മച്ചി ഒന്ന് ഇളക്കാതിരിക്കുക. 4-10ാം ക്ലാസ് പരീക്ഷയാണ്, എസ് ആണ്, പഠിച്ചിട്ട് തലേ കയറില്ല. ബക്കറ്റിനകത്ത് വെള്ളം വെച്ച കാലം അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടൊക്കെ പഠിക്കരുത്. ഒന്നനങ്ങാതിരിക്കുക. അമ്മച്ചി പറയും, മക്കളെ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനത്തെ കൊട്ടുപടകൊട്ട് ചുമ്മാ ഇളക്കുക. അങ്ങനെ ഇളക്കൊന്നുമില്ല. ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വില കുറഞ്ഞ വെള്ളമുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുമുണ്ട്. നിങ്ങൾ നോക്കിക്കോ, നേരം വെളുത്ത പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 4 ഭാഗത്തേക്ക് അമ്മച്ചി തിരിച്ചിരിക്കും. 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോൽ ഇട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആകാശത്തെ, ഭൂമിയെ, കടലിനെ, കരയെ ഇളക്കി കഴിയുമ്പോൾ ഇവിടെ 4 ഭാഗത്തേക്ക് തിരിയും. എങ്ങനെ തിരിയും? ഇപ്പോഴിവിടെ കുഞ്ഞാടുമുണ്ട്, ചെന്നായ്ക്കളുമുണ്ട്. 2 ഭാഗത്തേക്ക് തിരിയും. നന്മയും തിന്മയും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. ഇരുളും വെളിച്ചവും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. സ്വർഗവും നരകവും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ എല്ലാം 2 ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തുകൊണ്ട് ആത്മഗതം എന്നവണ്ണം അന്തരീക്ഷത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒരു പ്രതിവചിച്ച വാചകമുണ്ട്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന് മഹത്വവും സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികൾക്കും വേണ്ടി ഒരു ദൈവമുണ്ടെങ്കിൽ, സകല ജാതികൾക്കും വേണ്ടി ഒരു രക്ഷയുണ്ടെങ്കിൽ, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ആധികാരികമായി ഞങ്ങൾ പറയുന്നു, അതാകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ ഒരു നാമം മാത്രം. ജാതി മത വർഗ വർണ്ണ കുലീന കുലഹീന ആര് ചണ്ടാല ശകദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ രക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും ഒരു ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും അടിമയ്ക്കും ഉടമയ്ക്കും മുതലാളിക്കും തൊഴിലാളിക്കും അർത്ഥാൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഓരൊറ്റ ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണത്. ആ യേശു വരും. ആ യേശുവിന്റെ വരവിനെ കുറിച്ചായി പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആദ്യം ഇളകുന്ന എവിടെയാണ്? ആദ്യം എവിടെ ഇളകുന്നത്? ആദ്യം ഇളകുന്ന എവിടെയാണ്? ആകാശമിളകും. ആകാശമിളകും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 6:12. ഒരു മൈക്ക് എടുത്ത് കൊടുക്ക. ഒരു മൈക്ക് മോനും വായിച്ചോളും കേട്ടോ. ശരി, ഓക്കെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട്
കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും. അത് ആകാശം നടക്കുന്ന കാര്യമല്ല, ഭൂമി നടക്കുന്ന കാര്യമാണ്. ഞാൻ അങ്ങോട്ട് പറിച്ച് മാറ്റി വെക്കുന്നു, നമുക്ക് പിന്നെ ചിന്തിക്കാം. 2, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. 2, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. 3, അത്തിക്കായകൾ പഴുത്തിട്ട് പെരുങ്കാറ്റ് കൊണ്ട് ഉതിർന്ന് താഴെ വീഴുന്ന പോലെ നേരെ ഭൂമിയിലേക്ക് വന്ന് വീഴും. സത്യം പറഞ്ഞാൽ ഈ ശാസ്ത്രീയ വിഷയങ്ങൾ പ്രസംഗിക്കാനുള്ള അസാമാന്യമായ ഒരു കഴിവും എൻ്റെ ജീവിതത്തിൽ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ എടുത്ത പൊങ്ങാത്ത ഈ വിഷയം ഞാൻ എടുത്തതെന്നറിയാമോ? ഞാൻ 25 വർഷം പാസ്റ്ററായിരുന്നു. അപ്പോൾ എൻ്റെ സഭയിൽ 10 സഭയിൽ പാസ്റ്ററായിരുന്നു. അപ്പോൾ വിശ്വാസികൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഈ സൂര്യൻ കരിമ്പടം പോലെ കറക്കും എന്നൊക്കെ പറഞ്ഞ് എന്തിട്ടാണ് അതിൻ്റെ അർത്ഥം? അപ്പം നമുക്കിപ്പോൾ ഇവിടെ ആറ്റെങ്കിലും ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പാസ്റ്ററെ സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്ന അർത്ഥം എന്താ? ഞാൻ പറയും, ഞാൻ പോയി എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, അരാമ്യ ഒക്കെ തപ്പിയിട്ട് അടുത്ത കൊല്ലം വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് എനിക്ക് തടി തപ്പാം. പക്ഷേ സ്വന്തം സഭയിൽ അങ്ങനെ പറ്റുമോ? കാരണം അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരോട് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കുത്തിയിരുന്ന് പഠിച്ചതാണ് ഈ വക കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇതിനകത്തൊന്ന് കയറാനുള്ള സാമാന്യമായ വിദ്യാഭ്യാസം വെറുതെ എനിക്കില്ല. ഒരു കാര്യം എനിക്കറിയാം, നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സഭയുടെ താഴെ നമ്മുടെ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പഴയ 10ാം ക്ലാസ്സുകാരും പ്രീ ഡിഗ്രിക്കാരും ഡിഗ്രിക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എയറോട്ടിക്കൽ എഞ്ചിനീയർ, MBBS, മെഡിസിൻ്റെ CAB, എന്തെല്ലാം പിള്ളേർ, പോസ്റ്റ് ഗ്രാജുവേറ്റിൽ ഏത് പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ ഇത്രയും 2-3 വർഷങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസംഗം കെട്ടിയിരിക്കണമെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ കവിയുന്നൊരു ദൈവകൃപ ഇല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനത് വായിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കാവുന്ന എൻ്റെ സഭയിലുള്ള പാവപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് അങ്ങ് പങ്കിടുന്നേ ഉള്ളൂ. നാളെ തന്നെ അനന്തകോടി അജ്ഞാതത്തിലുള്ള സംശയങ്ങളൊന്നും ചോദിച്ചേക്കരുത്. അപ്പോൾ ഇവിടുത്തെ 1ാമത്തെ കാര്യത്തിലേക്ക് വരാം. സൂര്യനെ കുറിച്ച് ഒരു കാര്യം കൂടി ചിന്തിക്കുകയാണ്. എന്താണ് ഈ സൂര്യൻ? നമുക്കറിയാമല്ലോ, നമ്മൾ കാണുന്നത് ഒരു സൂര്യനെയാണ്. ഇതിൻ്റെ 100 മടങ്ങുള്ള സൂര്യനുണ്ട്. പേര് ആർക്കിയോൺ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ എന്തും പ്രകാശം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിലാണ് സൂര്യപ്രകാശം സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അനന്തകോടി അജ്ഞാതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കവികൾ പറയുന്ന പോലെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിക്കുന്ന മാർഗം, അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിര് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. സൂര്യനെ കുറിച്ച് ഉപദേശിമാർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ശാസ്ത്രത്തിന് വേറെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്താണ് ഉപദേശിമാർ പറയുന്നറിയാമോ? ഈ സൂര്യൻ എവിടാ നിൽക്കുന്നത്? ശാസ്ത്രം പറയുന്നു 9,30,00,000 മൈൽ അകലത്തിലാണെന്ന് ഇന്നലെകളിൽ പറഞ്ഞു. ഇന്നല്ല, ഇന്ന് പറയുന്നു 15 കോടി മൈൽ അകലത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂട്, അതിൻ്റെ ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലയുടെ നീളം എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറുവറ്റം വരെ 750 ഉള്ളൂ എന്നും കൂടെ നമ്മൾ പരിഗണിച്ചോളണം. അല്ല, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു, പാസ്റ്റർ ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരിക്കുന്ന പോലെ സൂര്യൻ്റെ പുറത്ത് തെർമോമീറ്ററുമായിട്ട് കയറിയിരുന്നു കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി വന്നതുപോലെ ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞേക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യം നമ്മളങ്ങോട്ട് മനഃപ്പാടമായിട്ട് പഠിച്ചിട്ട് വചനവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ തിരുത്തില്ല, പക്ഷെ ശാസ്ത്രത്തിന് എപ്പോഴും തിരുത്തേണ്ടി വരും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. കവികൾ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. സൂര്യൻ അല്ലെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞവനെ ഉരുട്ടി കൊന്നതാണല്ലോ ലോക ചരിത്രം. പിന്നീടാണ് അവരത് പഠിക്കാനിടയായത്. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. 300 പേജുകൾ പിന്നിടുമ്പോൾ 318 പ്രാവശ്യമാണ് ഡാർവിൻ പറയുന്നത് അതങ്ങനെ ആയിരിക്കാം, ഇത് ഇങ്ങനെ അനുമാനിക്കാം, അങ്ങനെ ഊഹിക്കാം, നമുക്ക് അതായിരിക്കാം അതിൻ്റെ ശരി. 300 പേജ് പിന്നിടുമ്പോൾ 318 പ്രാവശ്യം അനുമാനങ്ങളിൽ എത്തി നിൽക്കുന്ന ഡാർവിൻ്റെ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ചിത്താന്തം. പക്ഷേ 1100 അധ്യായങ്ങൾ പിന്നിടുന്ന വേദപുസ്തകത്തിനകത്ത് ഒറ്റ പ്രാവശ്യം പോലും യഹോവ ഊഹിച്ചിട്ടില്ല. പഴയമത്തിനകത്ത് പറയണ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 18 ന്യായാധിപന്മാർ, 41 രാജാക്കന്മാർ, കാലഘട്ട
കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്ത ശിരോമണികൾ, പ്രവാചകന്മാർ, മഹാപുരോഹിതന്മാർ അവരെല്ലാവരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം 33.5 വർഷമാണ്. 3.5 വർഷത്തിൽ തിരുവായി മൊഴി അരുളിച്ച് ഒറ്റ പ്രാവശ്യം ലൂകിച്ചിട്ടില്ല. യേശു പറയുകയാണ്, സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ആധികാരികമായി ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ തിരുത്തില്ല ഒരു കാര്യവും. അപ്പൊ ആളുകൾ പറയാണ് സൂര്യൻ ഇങ്ങനെ, ശാസ്ത്രം പറയുകയാണ്, നമ്മുടെ ഉപദേശിമാര് പറഞ്ഞു സൂര്യന് അയനമുണ്ട്, സൂര്യൻ ഇങ്ങനെ കറങ്ങുകയാണ് പോവുകയാണെന്നൊക്കെയാണ് ഉപദേശിമാര് പറഞ്ഞത്. നാട്ടുകാർ പറഞ്ഞു ഉപദേശിമാർക്ക് ബോധം വിവരവും വെള്ളിയാഴ്ചയൊന്നുമില്ല. പണ്ടത്തെ ഉപദേശിമാരുടെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ടാകും, ഒരു വേദവസ്ത്രം കക്ഷത്തിലുണ്ടാകും, ഉമ്മിക്കരി കൊണ്ട് പല്ലും തെച്ച് ആരോടെങ്കിലും സുവിശേഷം പറയാൻ തെച്ചിരിക്കുമ്പോൾ 2 ഉമ്മിക്കരി മുമ്പെടുത്ത പല്ലിനകത്ത് കാണും. അപ്പൊ അവര് പറഞ്ഞു ഈ ഉപദേശിമാർക്ക് ബോധമല്ലേ, വെളിയിലൊന്നുമില്ല. ഉപദേശി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പറഞ്ഞു സൂര്യൻ കറങ്ങുന്നുണ്ട്. അവര് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലേ, വേദവിഹാരം കവിതയ്ക്കകത്ത് മഹാകവി കെ.വി. സീമൻ സാർ പറഞ്ഞതുപോലെ ഇവൻ്റെയൊക്കെ തലയുടെ സ്ക്രൂ അയഞ്ഞു. എണ്ണ തേച്ചുകൂടി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറേയൊക്കെ മാറുമ്പോൾ ചെറുവറ പറച്ചിലും മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ വല്ല ഗുണ്ടാ മണ്ടിയും ഒപ്പിച്ചിടുമെന്ന് നമ്മൾ കുലുങ്ങിയില്ല. കാരണം ശാസ്ത്രം എന്നാ പറഞ്ഞാലും അതിനകത്തൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നറിയാം. ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ശാസ്ത്രം പറയുകയാണ് ഇവിടെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരും പോയിട്ടില്ല, പക്ഷെ എല്ലാവരും വിശ്വസിക്കുന്നില്ലേ? 8 കൊല്ലമായിട്ട് പിള്ളേർ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് എന്നാകാന്നറിയാമോ? ചന്ദ്രനിൽ കുത്തിയ കൊടിയുണ്ടല്ലോ, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഇളം കാറ്റിൽ ആടുന്നുണ്ട്. അവർ ചോദിക്കുന്നു ക്യൂരിയോസിറ്റിയും പാത്ത് ഫൈൻഡർ അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോയിട്ട് അതിനെന്തൊരു 4 ലോഡ് കല്ലിങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവിടെ ഈ കാറ്റ് പിടിച്ച് ആടണമെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ്ട് സഹാറ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊടി കുത്തിയേക്കുകയാണെന്നാണ് പിള്ളേർ പറയുന്നത്. പിള്ളേരെ പറ്റിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പിള്ളേർ ഇപ്പോൾ ഓരോന്ന് തെക്ക് വടക്ക് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭയങ്കര ജ്ഞാനമാണ് നിങ്ങൾക്ക്, ഭയങ്കര അറിവാണ് നിങ്ങൾക്ക്. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ കഥ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പിള്ളേരെ പറ്റിക്കാൻ പറ്റില്ല. ഒരു പട്ടിയുടെ പടം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു സ്കെച്ച് പേനയുടെ ഒരു ഡസൻ അങ്ങോട്ട് കൊടുക്കണ്ട, ഇതൊന്ന് പെയിന്റ് ചെയ്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. ഇവൻ്റെ കലാപരമായിട്ട് കഴിവുണ്ടെന്ന് പറയും. അവൻ ചെന്നിട്ടുണ്ടല്ലോ ഈ 12 പേനയുടെയും കൂടെ സ്കെച്ചനത്ത് വരച്ച് കുറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കണ്ടപ്പോൾ അവൻ്റെ പറഞ്ഞു എടാ മരമാക്രി പൊട്ട മണ്ട കൊരങ്ങേ, എടാ ഒന്നുകിൽ പട്ടിക്ക് വെളുപ്പം, അല്ലെങ്കിൽ കറുപ്പം, അല്ലെങ്കിൽ ബ്രൗൺ കളർ, ഈ 3 ടൈപ്പ് അല്ലാതെ പച്ചയും നീലയൊക്കെ ആയിട്ടൊരു പട്ടീൻ്റെടാ, നീ ഏത് ലോകത്തിലാടാ ജീവിക്കുന്നത്? അപ്പൻ്റെ ആക്രോശങ്ങൾ കേട്ടിട്ട് അവന് മിണ്ടാതിരിക്കുക. അവൻ്റെ അമ്മയുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, എന്നാടാ മിണ്ടാത്ത കുരങ്ങ? അവൻ പറഞ്ഞു ഈ പേരെല്ലാം ആ പപ്പയ്ക്കാണ് ചേരുന്നത്. അതെന്താടാ കുഴപ്പം? പപ്പ ഇത് കേരളത്തിലെ പട്ടിയല്ല പപ്പ, ഇത് നോർത്ത് ഇന്ത്യയിലെ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണ്. ഇപ്പം ആരാമണ്ടൻ പാരാമണ്ടൽ. ഇപ്പം പിള്ളേരെ ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പിള്ളേരെ കളിയല്ല നടത്തുന്നത്, ഞങ്ങൾ വേദപുസ്തകത്തിലൂടെ പറയുന്നത്. ഞങ്ങളുടെ തലയ്ക്ക് ഓളമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർ പറഞ്ഞു സൂര്യന് അയനമുണ്ട്. 4ാം ക്ലാസ്സും മലയാളമാണെങ്കിൽ അവർ സൂര്യന് അയനമുണ്ട്. എന്താ കാര്യം? വേദപുസ്തകത്തിനകത്തുണ്ട്. 19-ാമത്തെ സങ്കീർത്തനം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊടിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയം മറുവറ്റത്ത് വരെ അതിൻ്റെ അയനം, ഇംഗ്ലീഷിൽ സർക്യൂട്ട്, അയനമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടമിടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്തു. 1 അയനം, 2 ഓട്ടം. ഈ വാക്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭാഷന്മാർ പറഞ്ഞത് സൂര്യന് അയനമുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു സൂര്യന് അയനമുണ്ടെന്ന്. 1 ഭൂമിയെ പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു, 28 ദിവസമെടുക്കും. 2 സൂര്യൻ, ഈ ചന്ദ്രൻ, ബുധൻ, നെപ്റ്റ്യൂൺ, വ്യാഴം, ശുക്രൻ എല്ലാം കൂടെ ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ വടക്കോട്ട് യാത്ര ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളൊരു കാര്യം പറയുകയാണ്. വേദപുസ്തകം കണ്ണുമടച്ച് വിശ്വസിച്ച് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് തിരുത്തേണ്ടി വരില്ല. ഞങ്ങൾ പണ്ട് പറഞ്ഞു അന്യഭാഷ. അപ്പം നാട്ടുകാർ പറഞ്ഞു അന്യഭാഷ അന്യായ ഭാഷയാണ്, മറുഭാഷ എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചു നമ്മൾ അന്യഭാഷയ്ക്ക് വെണ്ടയ്ക്ക, കത്തിരിക്ക, ഗോവയ്ക്ക എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. എൻ്റെ പൊന്നെ പറയാത്ത കാര്യമില്ല നമ്മളെ ആളുകളെ കുറിച്ച്. എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ് ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ 55 കൊല്ലം വിശ്വാസത്തിലേക്ക് വന്നത്. എൻ്റെ പൊന്നെ നമ്മളെ കളിയാക്കാത്ത ആൾക്കാരുണ്ട് ലോകത്തിൽ. കോട്ടയം അരമനയിൽ പ്രാവിൻ്റെ രൂപം തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പെന്തക്കോസ്തുകാരെ ആളുകൾ കളിയാക്കിയിട്ടുണ്ട്.
കാലങ്ങൾ മുന്നോട്ട് പോയപ്പോഴുണ്ടല്ലോ നമ്മുടെ അന്യഭാഷ നമ്മളെ കുറവ് വരുത്തിയിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്തും കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും നേരെ സെൻട്രൽ ഭാഗത്ത് ചാലക്കുടി, അവിടെയാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം, അവിടെയാണ് പോട്ട ധ്യാന കേന്ദ്രം. അവിടെയൊക്കെ ഇന്ന് ആളുകൾ ഇവിടെ നിന്ന് എയർബാഗിനകത്ത് അവിടെ ഒരാഴ്ച വന്ന് താമസിച്ച് മുട്ടുകുത്തി മണൽപ്പരപ്പിൽ അവൻ ആദ്യം പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. അത്രയും ഒപ്പിച്ചെടുത്തല്ലോ, യേശുവേ സ്വസ്ത്രം. അടുത്ത് പിന്നെ തരികിട അന്യഭാഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഞങ്ങൾ പറഞ്ഞതാണ് ഈ മുരുങ്കൂര് വരെ വരേണ്ട കാര്യമില്ല, ഈ കുമ്പനാണ് താൻ്റെ നമ്പേറും മേടിച്ച് വീട്ടിൽ പോയി കൊട്ടിയച്ചാൽ മതിയായിരുന്നു. അത് അന്നവൻ കേൾക്കാതിരുന്നു. കാരണം ഇവരെ കൊണ്ട് കെട്ടും കടിപ്പിച്ച് ചാലക്കുടി ഇവരെ കൊണ്ടുവന്ന് ഒരു ആഴ്ച താമസിപ്പിച്ചാണ് പറ കുട്ടികളെ തറ എന്ന് പറയുന്ന പോലെ അവൻ അന്യഭാഷ പറയുന്നത്. ഇന്ന് പെന്തക്കോസ്തൽ അന്യഭാഷയ്ക്ക് വിലങ്ങുകളില്ല, അവരത് അംഗീകരിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞ രക്ഷ, സ്നാനം, അന്യഭാഷ, വിശുദ്ധി, വേർപാട്, സഭ, നിത്യത, വെളിപ്പാടുകൾ എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾ മാറ്റുകയില്ല. ഗതികെട്ടം നിങ്ങൾ അംഗീകരിക്കുന്നല്ലാതെ ഞങ്ങളത് മാറ്റത്തില്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിൽ ഈ വചനത്തിന് മാറ്റം വരികയില്ലെന്ന് മനസ്സിലാക്കണം. കാലങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഇവിടെ പറയാണ് സൂര്യൻ ഞങ്ങളുടെ വടക്കോട്ട് പോണത്. സൂര്യന്റെ പതിരാ വടക്കോട്ട് പോണത്. എന്താണ് മക്കളെ വടക്കിരിക്കുന്നത്? വടക്കെന്താണ്? വടക്കോട്ട് പോകുന്ന ഏത് വടക്ക്? നിങ്ങൾ ചോദിച്ചു ഈ ജോയി പാറക്കല്ലേ വീട് എവിടെ? പറഞ്ഞു അങ്കമാലിയിലാണ്. അപ്പോൾ പറഞ്ഞു ഓ വടക്കാണല്ലേ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അങ്കമാലി വടക്കാണെന്നാണ് ചില ആൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്കമാലി ഞാൻ താമസിക്കുന്ന കറുകുറ്റി എന്ന് പറയുന്ന കേരളത്തിൻ്റെ സെൻട്രൽ പോയിൻ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാറശാലയ്ക്കും കാസർഗോഡും തുല്യമായ ദൂരമാണ്. അപ്പം നിങ്ങളുടെ ധാരണ അതാണ് വടക്കെന്നാണ്. ഞങ്ങളുടെ വടക്ക് മലബാർ ഭാഗമാണ് വടക്ക്. മലബാറുകാരുടെ വടക്ക് ഏതാണ്ട് കണ്ണൂർ കാസർഗോഡാണ്. അവരുടെ വടക്ക് മംഗലാപുരമാണ്. മംഗലാപുരംകാരുടെ വടക്ക് വടക്കേ ഇന്ത്യയാണ്. വടക്കേ ഇന്ത്യ ചെന്നാൽ വടക്ക് തീരുമോ? ഭാഷ തീരുകയില്ല. അദ്ദേഹം ഡൽഹിന്ന് വരിക, അവിടെയും വേറെ വടക്ക് വശമുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ? അതുകൊണ്ടാണ് പഴമക്കാർ പറയും ഏറെ തെക്കോട്ട് പോകരുതിട്ടാ. എന്താ കാര്യം? വടക്ക് വശത്തെത്തും. അതാ സത്യം. ഏറെ തെക്കോട്ട് പോയാൽ എവിടെ എത്തും? നിങ്ങൾ വടക്ക് വശത്തെത്തും. ഇതിങ്ങനെ ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ പറയുന്ന വടക്ക് ഏതാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? വടക്കാണ് സ്വർഗം. ആരോട് പറയാം? വടക്കാണ് സ്വർഗം. ഏത് വടക്ക്? നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന വടക്കല്ല, ഭൂപടത്തിന്റെ വടക്ക്. ഭൂപടം തൂക്കിയിട്ട് ചൂരവടി കൊണ്ട് നാരായണ മാഷ ചൂണ്ടിക്കാണിക്കുന്ന വടക്കല്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഇല്ലാത്ത, ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, മിൽക്കി വേ ഇല്ലാത്ത, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇമാജിൻ ചെയ്യുന്ന ആകാശഗംഗ പോലെയുള്ള സങ്കല്പങ്ങളില്ലാത്ത ശൂന്യമായി കിടക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് 1977 ശാസ്ത്രമിട്ട പേരാണ് നോർത്തേൺ നെബൂള. അവരങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിടട്ടെ. എന്തെങ്കിലുമൊക്കെ പേരിട്ടാലല്ലേ മനുഷ്യർക്ക് ഇടാൻ പറ്റുള്ളൂ. കാറ്റിങ്ങനെ കറങ്ങി വന്ന് പറഞ്ഞു കത്രീനയാണ്. അത് പതപ്പിച്ചപ്പോൾ പറഞ്ഞു അത് മിൽമയുടെ അനിയത്തി വിൽമയാണ്. അത് അടുക്കളയിൽ ആൻറ്റിയുടെ മുട്ടുവരെ നനച്ചപ്പോൾ പറഞ്ഞു അത് ആൻറ്റിയാണ്. ഈയൊരു കാറ്റ് വന്ന് നടന്നല്ലോ. അത് പിന്നെ പേരത്ര ഗുണമില്ലാത്തതുകൊണ്ട് അത് ആളെത്ര മൈൻഡ് ചെയ്ത് പറ്റില്ല. അങ്ങോട്ട് പോട്ടെ. അപ്പം പേരൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾ ഈ നോർത്തേൻ്റെ ബൂള എന്നൊക്കെ പറഞ്ഞ് പേരിടുമ്പം അതിൻ്റെ ബാക്കി കൂടെ ഒന്ന് പറഞ്ഞ് അവർ പറയുകയാണ് ഏതാണ്ട് ഒരു ഐസ് ക്യൂബ് രൂപത്തിലുള്ള സാധനം അവിടെ കാണുന്നുണ്ട്. 2-3 തെളിവുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തെളിവ് നിങ്ങൾ കേൾക്കണം. ഒന്ന്, ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ ഞങ്ങൾക്ക് അവിടെ തോന്നുന്നു. 2, ഏതോ ഒരു പുരാതനമായ കെട്ടിടത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം, കമനീയമായ കവാടം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. 3, സ്ഫടികം പോലെ കിടക്കുന്ന ഒരു തടാകം ഞങ്ങൾ കാണുന്നു. 3 പോലെയാണ്. എന്ത് പോലെ? കമാനം പോലെ, സ്ഫടികം പോലെ, അത് ആനക്കൊമ്പ് പോലെ. നിങ്ങൾ അനുമാനത്തിലെത്തിക്കോ, അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്താ ഈ പോലെ 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 എന്നറിയാമോ? എന്താ അതെന്നറിയുവാൻ ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളും അവർ പഠിച്ചു. ഒടുവിൽ അവർ വേദപുസ്തകത്തിലേക്ക് വന്നപ്പോൾ 2 വാക്യങ്ങൾ കണക്ട് ചെയ്തു. ഒന്ന്, പഴയമത്തിലൊരു വാക്യം എങ്ങനെയാണ്? അവൻ ആകാശത്തിൽ മാളികകളെ പണിയുന്നു. 2, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14 പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഈ 2 വാക്യങ്ങൾ വായിച്ചിട്ട് 1977 ഇവിടുത്തെ വാനനിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചത് ക്രിസ്ത്യാനികളുടെ
ഗ്രന്ഥമായ വേദപുസ്തകത്തിനകത്ത് അവരുടെ ദൈവമായ യേശുക്രിസ്തു പണിയാമെന്ന് പറഞ്ഞ് സ്വർഗരാജ്യമായിരിക്കുമോ അത് എന്ന് ചോദിച്ചുകൊണ്ട് വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസീയത അംഗീകരിക്കുകയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മുൻപാകെ അവർ കുമ്പിടുകയും ചെയ്തു. 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് ഈ ലോകത്തിന്റെ ശാസ്ത്ര വിശാരദന്മാർ പണ്ഡിത പടുക്കൽ ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് കോടികൾ മുടക്കി ഗതികെട്ട് സമ്മതിക്കുമ്പോൾ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമാസ് ശ്ലീഹയുടെ യേശുക്രിസ്തു പറഞ്ഞു, തോമാച്ചായ കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഞങ്ങൾ പറയുകയാണ്, ഒരിക്കൽ കൂടെ ഈ പുസ്തകം എടുത്തവർക്ക്, ഇത് പ്രസംഗിച്ചവർക്ക്, ഇതിനകത്തുള്ളത് വിശ്വസിച്ചവർക്ക് ഒരു കാലത്തും തെറ്റ് സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ഈ വടക്ക് സ്വർഗമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോർത്തിൻ്റെ ബോളയാണ്, ഏതാണ്ടൊക്കെ അവിടെ പാടുണ്ട്, അങ്ങനെ എന്നൊക്കെ പറയുന്നു. ഞാനത് എൻ്റെതായ ഭാഷയിൽ അങ്ങനെ പറയുകയാണ്. നമ്മൾ ആത്മീയമായ കണ്ണുകൊണ്ട് നോക്കിയാൽ അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. അതാ സ്വർഗം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഇന്ത്യൻ കറൻസി സ്വോത്ര കാഴ്ചയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും വലുതൊന്നും വിട്ട് കാണാൻ വഴിയില്ലല്ലോ, വലുതൊക്കെ കയ്യിലുണ്ടാവുമല്ലോ. ആ നോട്ട് എടുത്ത് നോക്കിക്കോ, അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ള വൈറ്റായിട്ടൊരു ഭാഗമുണ്ട്, ഒന്നും അതിനകത്തില്ല. അപ്പോൾ ചില ആൾ അത് ചുമ്മാ കിടക്കുകയാണെന്നാണ് ആളുകളുടെ വിചാരം. തിരിച്ചു പിടിക്കുമ്പോൾ അത് വലത് ഭാഗത്തേക്ക് വരും. എൻ്റെ പൊന്നെ, അതിനകത്ത് എഴുതാത്ത വൃത്തികേടുകളില്ല. പണ്ടൊക്കെ കൊച്ചമണി 40 തരാനുണ്ട്, ചേട്ടൻ എഴുതി വെച്ചു. പലചരക്ക് കിടക്കാൻ അതിനകത്താണ് എഴുതി വെക്കുന്നത്. പിന്നെ അത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വഴിക്ക് വിടാം. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ കാണണോ, അവർ സ്ട്രോബെറി ഷേക്കിന് ഓർഡർ ചെയ്തിട്ട് ഈ വെള്ളക്കകത്താണ് ആടിൻ വരയ്ക്കുന്നതും അമ്പ് കുത്തിത്തുറച്ച കലാപരമായി അവിടെ ഇരിക്കുന്നതും. അവർക്കും വിവരമില്ല. പോകട്ടെ, നമ്മുടെ ബാങ്കിലെ ക്യാഷ്യർക്കറിയാമോ, അയാൾ ഇപ്പോഴും അവിടെ 40 എടുത്തിട്ടുണ്ടെന്ന് പെൻസിൽ കൊണ്ടാണ് എഴുതി വെക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു തൊട്ടുപോകരുത്, വെള്ളയെ തൊട്ടുപോകരുത്. എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ആ സാധനം നിങ്ങൾ മേലോട്ട് പിടിച്ചു നോക്കുമ്പോഴുണ്ടല്ലോ, നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ശിരസ് അതിനകത്ത് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴോട്ട് പിടിച്ചു നോക്കിയാൽ ഒന്നും കാണില്ല. അത് എപ്പോഴും ശരിയാണ്. താഴോട്ട് കീഴോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല. വല്ലതും കാണണമെങ്കിൽ മേലോട്ട് നോക്കണം. അപ്പം മേലോട്ട് നോക്കുമ്പോൾ സംഗതി കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഈ നോർത്തേൺ നെബൂള എന്നൊക്കെ നിങ്ങൾ ഭയങ്കര ഇമാജിൻ ചെയ്ത് അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ എയ്ഡ്സിനെ കുറിച്ച് പറയുന്ന പോലെ നോർത്തേൺ നെബൂള എന്നൊക്കെ പറയുന്ന അതാണ് ഞങ്ങൾ പറയുന്ന സ്വർഗരാജ്യം. അത് എങ്ങനെ കാണണമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറയുന്നു ഏതാണ്ട് രൂപവും ഭാവമൊക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ നോട്ടിനകത്ത് ഗാന്ധിജിയുടെ തല കാണുന്ന പോലെ അവിടെ ഞങ്ങളൊരു ശിരസ് കാണുന്നുണ്ട്. ഏതാണ് ആ ശിരസ് എന്നറിയാമോ? മഹാത്മാ ഗാന്ധിജിയുടെ മരണം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച, പക്ഷെ ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഈ ലോകത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രിയ തരംഗമായിരുന്ന ഇന്ദിരാ പ്രിയദർശിനി സ്വയം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് മരിച്ചത്. പക്ഷേ ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ശ്രീ പെരുമ്പത്തൂരിൽ 548 സാക്ഷികളെ വിസ്തരിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണം കോൺഗ്രസുകാർക്കും നമുക്ക് തീരാൻ നഷ്ടമാണെങ്കിലും ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. വറച്ചട്ടിയിൽ നിന്ന് വാരി ഉണ്ണുന്ന പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്കെതിരെ വിപ്ലവത്തിന്റെ വിത്തുവാകിയ വിൽബർ ഫോഴ്സ് അമേരിക്കയിൽ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ആ നിയമം അമേരിക്കൻ പാർലമെന്റിൽ വരുത്തി തീർത്ത അന്നും ഇന്നും എന്നും അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ജോൺ എഫ് കെന്നഡി വെടിയേറ്റാ മരിച്ചത്. തിക്രിത്തിന്റെ അരമനയിൽ നിന്ന് രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കുന്ന സദ്ദാം ഹുസൈന്റെ മരണം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിലും ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. കേരളത്തിന്റെ 14 ജില്ലകളിൽ എല്ലാ വർഷവും രക്തസാക്ഷികളായി മാറുന്ന വെയിറ്റിംഗ് ഷെഡിനകത്ത് ശിരസുകൾ തൂക്കിയിട്ട് രക്തസാക്ഷിത്വം ആചരിക്കുന്ന രാഷ്ട്രീയക്കാരോട് പറയുകയാണ്, ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശിരസുകളും ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡിലേ കണ്ടിട്ടുള്ളൂ, അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. മറിച്ച് വചനമെന്ന കണ്ണാടിയിൽ കൂടെ ഞങ്ങൾ നോക്കുമ്പോൾ മറ്റൊരു ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഏതാണ് ആ ശിരസ് എന്നറിയണ്ടേ? 2000 വർഷങ്ങൾക്ക് മുൻപ് വേഷത്തിൽ മനുഷ്യനായി തണലോകത്തിലേക്ക് അവതരിച്ച് 33 വർഷക്കാലം ലോകത്തിൽ ജീവിച്ച് മുഖം വെച്ച മൃഗത്തെ പോലെ പാലസ്തീന്റെ പച്ചമണ്ണ് ഉഴുതുമറിച്ച് കിഴക്ക് പടിഞ്ഞാറ് തെക്ക്
തെക്ക് വടക്ക് ഉഴുതുമറിച്ച് കണ്ണിൽ കണ്ടവരെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലേച്ഛ കൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകി നിങ്ങൾ ഗതസമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് 6 കോടതികൾ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിച്ച് 33 തിരുവയസിൽ ഒരു തുള്ളി പോലും വെള്ളം കൊടുക്കാതെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ ഗബ്ബത്ത മുതൽ ഗോൽഗോത്ത വരെ 14 സ്ഥലങ്ങളിൽ വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി നിങ്ങൾ കാൽവരി കുന്നിലേക്ക് നടത്തിയ തലയോടിടം എന്ന സ്ഥലത്ത് അതിദാരുണമായി മരിച്ചു ഇന്നും ജീവിക്കുന്ന വാഴ്ത്തപ്പെട്ട ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദൈവരാജ്യമാണ് അവിടെ ഞങ്ങൾ കാണുന്നത്. അതിലേക്കാണ് മക്കളെ ഇതെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. വടക്കാണ് സ്വർഗം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആളുകളൊക്കെ കടലിൽ പോകുമായിരുന്നു. ഇപ്പോഴും പോകുന്നുണ്ട്. കടലിൽ പോകുന്നവർക്ക് ദിശ മനസ്സിലാക്കുവാൻ പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും അക്കാലങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ പറയും നിഴൽ ഇവിടെ ആണെങ്കിൽ രാവിലെയാണ്, ഇവിടെ ആണെങ്കിൽ സൂര്യൻ ചെഞ്ചായം പൂശി മറയാൻ പോവുക, അത്രയൊക്കെയാണ് അന്ത കണക്ക്. പക്ഷേ കടലിൽ പോകുന്ന ആളുകൾക്ക് ദിശ മനസ്സിലാക്കുവാൻ അന്നൊരു സൂത്രം, ഒരു സാധനം ഉണ്ട്. എന്താ പേരെന്നറിയാമോ? വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. അതിനെന്താ തെക്ക് നോക്കി യന്ത്രം ഒന്ന് പേരിടാത്തെന്നറിയാമോ? അതിങ്ങനെ വടക്കോട് ചെരിയുന്നതുകൊണ്ടല്ല. വടക്ക് നോക്കി യന്ത്രം 50 രൂപ കൊടുത്താൽ വടക്ക് നോക്കി യന്ത്രം കിട്ടും. ഞാൻ ഗുജറാത്തിൽ പോർബന്തറിൽ ചെന്നപ്പോൾ അന്ന് 35 രൂപയ്ക്ക് ഒരു വടക്ക് നോക്കി യന്ത്രം പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്ത സൂചികൾക്കൊരു സ്വഭാവമുണ്ട്. അത് ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്ത സൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് വടക്ക് നോക്കി യന്ത്രമെന്ന് പേരിട്ടിരിക്കുന്നത്. അർത്ഥം വല്ലതും മനസ്സിലായോ? 35 രൂപ കൊടുത്താൽ കിട്ടുന്ന വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടാ ഇരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ ദൈവസഭയ്ക്കും അറിയാം തമ്പുരാൻ എവിടാ ഇരിക്കുന്നതെന്ന്. അതല്ലേ ഞങ്ങൾ കിഴക്കോട്ടേക്ക് തിരിയാത്തത്? അതല്ലേ ഞങ്ങൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും തിരിയാത്തത്? ഞങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം അവൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ ഈ വേദപുസ്തകത്തിലേക്ക് നമുക്കിത് ഈ ഭൂമിയിലേക്ക് വരാം. ഈ ഭൂമി എങ്ങടാ ചെരിഞ്ഞിരിക്കണേ? ഈ ഭൂമി എങ്ങടാ ചെരിഞ്ഞിരിക്കണേ? അത് അറിയാൻ മേലേ. നിങ്ങളിപ്പോൾ എങ്ങടാ ചെരിഞ്ഞിരിക്കണേ? ഭൂമി എങ്ങടാ? വടക്കോട്ടാണ്. ഭൂമി വടക്കോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയോട് ആറ്റിങ്ങൽ ഭൂമിയോട് കമന്ന് കിടന്നിട്ട് ചോദിക്കണം എങ്ങടാ ചെരിഞ്ഞിരിക്കണേ? ഭൂമി പറയും വടക്കോട്ടാണ്. എന്താ നിങ്ങളുടെ ഇച്ചോടെ ചെരിവ് കൂടാൻ വരുന്നില്ല? കൂടില്ല. ഇത്രയും ചെയ്യാൻ ആര് പറഞ്ഞു? ഉത്തരം, അല്പം കൂടെ ചെരിഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇത്രയും ചെരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 1, ചൊവ്വാഗ്രഹം പോലെ തണുത്തുറഞ്ഞു കിടന്നേനെ. 2, തിളച്ചു മറിയുന്ന ശുക്രൻ പോലെ ആയേനെ. അപ്പം ഭൂമിയെ ദൈവം തമ്പുരാൻ അധികം തണുത്തുറയാതെയാ വെച്ചിരിക്കുന്നത്. 2, ഒത്തിരി തിളച്ചു മറിയുകയും ചെയ്യരുത്. ഈ മണ്ണുകൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അധികം തിളച്ചു മറിയരുതെന്ന്. പിന്നെ ഇത്രയും നേരം സ്വത്തം പറയാതെ ചൊവ്വാഗ്രഹം പോലെ തണുത്ത് ഉറഞ്ഞുമിരിക്കരുതെന്ന്. രണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ പറയുന്നത് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്, നടുക്കൂട്ട് പോകണം. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സമ്പത്തും എനിക്ക് വേണ്ട, നിത്യവൃത്തി ഇടയ്ക്കാണ് പോകേണ്ടത്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. കണ്ടോ? ഇപ്പം ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. നിങ്ങൾ കുതിരയെപ്പോലെ ആകരുത്, കോവർ കഴുതയെപ്പോലെ ആകരുത്. ഇടയ്ക്ക് ബാലൻസ് ചെയ്ത ജീവിതമാണെന്ന് അർത്ഥം. ഇനി ഈ ഭൂമിയോട് ചോദിക്കാം, എന്തിനാണ് ആറ്റിങ്ങലെ ഭൂമി വടക്കോട്ട് ഭൂമി പറയും? എൻ്റെ വടക്കും നാഥൻ ഇരിക്കുന്ന വടക്കായതുകൊണ്ട് ഞാൻ വടക്കും നാഥനെ ആരാധിക്കുന്ന രംഗമാണിത്. അപ്പം ഭൂമിക്കറിയാം എങ്ങോട്ട് തിരിഞ്ഞ് ആരാധിക്കണമെന്ന്. ഞാൻ ഈ ആറ്റിങ്ങൽ ദേശ നിവാസികൾ ചോദിക്കുകയാണ്, ഈ സ്കൂൾ മുറ്റത്തെ പഞ്ചായത്തിൻ്റെ മണ്ണിനറിയാം വടക്കുനാഥൻ എവിടെ ഇരിക്കുന്നതെന്ന്. ഇതുകൊണ്ട് ഉണ്ടാക്കിയ താങ്കൾക്കറിയാമോ ദൈവം എവിടെ ഇരിക്കുന്നതെന്ന്? ആരാധിക്കുന്നതാണ് ഭൂമി വടക്കോട്ട് ചെരിഞ്ഞു നിന്ന്. ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം വല്ലതും അറിയാമോ? 1, കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. 2, അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. 3,
ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. 3 മറന്നാലും 4 മറക്കരുത്. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. 1 കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. മലയാളത്തിലെ ഏറ്റവും നല്ല വാക്കാണ് കൃതജ്ഞത. മോശപ്പെട്ട വാക്കാണ് കൃതജ്ഞത, നന്ദികേട്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ നന്ദിയുള്ളവൻ ആരാധനയ്ക്ക് എപ്പോൾ വരും? നാളെ എപ്പോഴാണ് ആരാധന? അവിടെ നമ്മുടെ സഭായോഗത്തിലൊക്കെ ആരാധന 10 മണി. എപ്പോഴാണ് തീരുന്നത്? 1 മണി. അപ്പൊ നന്ദിയുള്ളവൻ എപ്പോൾ വരും? അവൻ 9:45 വരും. എന്ന് പറഞ്ഞാൽ ആരാധന തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പെങ്കിലും ആര് വരും? നന്ദി ഉള്ളവൻ വരും. അപ്പൊ നന്ദി കെട്ടവൻ എപ്പോൾ വരും? അവൻ ആരാധന തീരാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴെങ്കിലും വരും. അതാണ് ഈ രണ്ടിന്റെ വ്യത്യാസം. അപ്പൊ നമ്മളതിന് വിശ്വസിക്കാറില്ല. ഈ നന്ദിയുടെയും പ്രത്യേകമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഈ കൃതജ്ഞത നിറഞ്ഞ കവിതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. മനസ്സിലായോ? നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ പെട്ടു. ഒത്തിരി പേര് വന്നു വേണ്ടാത്തെല്ലാം പറഞ്ഞ് സ്വത്വം പറയിപ്പിക്കും. ഇന്ന് അവിടെ നിന്നുണ്ടായില്ല, കൈ കൊടുത്തും നമുക്ക് അവിടെ കാണാമെന്നേ പറഞ്ഞുള്ളൂ. അതൊരു പ്രത്യാശയുടെ വാക്ക. പിന്നെ വേറെ ഒരാളെ കൂടി ഞാൻ കൈ കൊടുത്തു പറ, ഇന്ന് ദൈവം തന്നെ അനുഗ്രഹിക്കും. ഇപ്പം കൈ കൊടുത്ത ഒരു കണക്കിന് അതൊക്കെ പറയണം. കാരണം അടുത്തിരിക്കുന്നതിനെ കണ്ടാൽ മിണ്ടാത്ത ടീമൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പം പിന്നെ ഒന്ന് കൈ കൊടുത്താലേ എന്ന് പറയും, നല്ല കാര്യമല്ലേ, അനുഗ്രഹിക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഈ ഒത്തിരി പേരും കൈ കൊടുപ്പിച്ച് പിന്നെ അങ്ങോട്ട് പറഞ്ഞ് മോദി ചിരിക്കുക ഒക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ. ഒരു കണക്കിന് നമ്മുടെ മൊത്തം സംഭവം കണ്ടു കഴിയുമ്പം ഒരംഗൻവാടിയാണോന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഈ പിള്ളേരെല്ലാം കൂടി അങ്ങോട്ട് തിരിഞ്ഞു ഒരു അംഗൻവാടി സ്റ്റൈൽ. ഇന്ന് വളരെ മാന്യമായിട്ടാണല്ലോ അത് പ്രത്യേകം കൈകാര്യം ചെയ്തത്. അപ്പോൾ ചിന്തിച്ചോളണം, ഈ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ കുത്തിപ്പഴിപ്പിച്ച് പുറത്തോട്ടിടുന്ന സാധനമല്ലെന്ന്. ഇതാര് പറഞ്ഞത്? എവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ പറയും സ്വത്രം പറയാന്ന് പറയുമെങ്കിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് പറയണോ? ഒരു ഭാഷ കൊണ്ടുവന്നപ്പോൾ അല്ല സ്വത്രം പുള്ളി എനിക്ക് മെസ്സേജ് വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് 2 സ്വത്രം പറയാൻ പോലും. അപ്പോൾ അവർ പറയാണ് എന്നെ പറയാനാണ് ഭാഷ, അങ്ങേര് പറയുന്നതിൽ നിന്ന് ഒരു സ്വത്രം പറയാനുള്ള ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് ഞങ്ങൾ പറയുന്നില്ല. അപ്പം അത് പ്രസംഗം മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്നതിനകത്ത് നിന്ന് ആളുകൾക്ക് സ്വത്രം പറയാനുണ്ടെങ്കിൽ അല്ലേ പറയുള്ളൂ, ഇല്ലാതെ എങ്ങനെയാ പറയണത്? അത് നമ്മൾ കുടിച്ച ഒരു ഒറിജിനൽ സോഡയാണ്. ഇപ്പോഴത്തെ സോഡയല്ല, നല്ല 1ാം തരം സോഡയാണ് കുടിച്ചതെങ്കിൽ കയറി കൊമളെ പൊങ്ങി വരൂ പറയേണ്ട വലിയ കാര്യമുണ്ടോ? അത് പൊങ്ങി വന്നോളൂന്ന്. അത് ഏതിലെങ്കിലും നിങ്ങളിപ്പം മൂക്കും വായൊക്കെ അടച്ചു പിടിച്ചാലും അത് കുടിച്ചത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഏതിലെങ്കിലും പൊങ്ങി വരൂ കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവം നമ്പരാൻ അകത്ത് കിടക്കുന്നവനുണ്ടല്ലോ, അറിഞ്ഞവരുണ്ടല്ലോ, അനുഭവിച്ചവരുണ്ടല്ലോ, അവരാലയത്തിനകത്ത് മാത്രം ആരാധിക്കുന്നവരല്ല. അത് ഏത് പുൽപ്പിറ്റിനകത്ത് കിട്ടിയാലും, കാരാഗ്രഹം കിട്ടിയാലും, അത് പത്മോസിനകത്ത് കിട്ടിയാലും, ഹിദ്ദക്കൽ മഹാനദി തീരത്ത് കിട്ടിയാലും നന്ദിയുള്ളവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന്. പിന്നെ എന്തുട്ടാ? ഈ ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന എന്ന് പറഞ്ഞാൽ എന്തായാലും തോന്നില്ല. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ഞാൻ പറയാം. ഇപ്പം ഈ മൊബൈൽ ഫോണിൻ്റെ കാലഘട്ടം ഞാൻ ഈ സാധനം സ്റ്റേജിൽ കൊണ്ടുവരാറില്ല. എൻ്റെ ഓർമ്മയിൽ 36 കൊല്ലമായിട്ട് ഞാൻ ഈ സാധനത്തെ ആ പള്ളിക്കകത്ത് കയറ്റിയിട്ടില്ല. സ്വോത്രമൊന്നും ആരും പറയില്ല എന്ന് എനിക്കറിയാം. കേട്ടിട്ടില്ല, ഞാൻ കൊണ്ടുവരില്ല. ഞാൻ കാറിനകത്തോട്ടില്ല, ഞാൻ കൊണ്ടുപോകും. കാരണം അതിവിടെ വന്നപ്പോഴത്തേക്കും ആരെങ്കിലും വിളിക്കും, വൈബ്രേഷൻ ഇട്ടാലും നമ്മുടെ ചങ്ങുകൾ അവിടെ ഇരിക്കുകയല്ലേ. പിന്നെ ആരോ വാട്സാപ്പിൽ ഒന്ന് കൊണ്ടു, ഈ വാട്സാപ്പും അടുപ്പത്ത് വെച്ച പാലും ഒരുപോലെ തിളച്ചോ നടക്കി തുറന്നു നോക്കണം. ഈ മൊബൈലിൻ്റെ ഫോണിനെ കുറിച്ചൊക്കെ ആയിരിക്കണം കണ്ട് യേശു ക്രിസ്തു പറഞ്ഞ് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികിൽ വീണു, അതിനെ ആര് കൊത്തിക്കൊണ്ടുപോയി? പറവ ജാതി കണ്ട. പറവ എവിടെ നിന്നാണ് വരുന്നത്? ആറ്റിക്കൽ നിന്നാണോ പറവ വരുന്നത്? അല്ല. നമ്മളിവിടെ കഷ്ടപ്പെട്ട് വചനം വിതച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബോംബെ എന്നൊരു വിളി, പറവ. അപ്പം പുള്ളി ഇവിടുന്ന് എഴുന്നേറ്റ് ഹലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. നമ്മൾ എന്നാ കഷ്ടപ്പെട്ട ഈ പ്രസംഗം കൊണ്ടുവരുന്ന അറിയാമോ? എന്നറിയിടയ്ക്ക് പറവജാതികൾ കൊത്തിക്കൊണ്ടുപോകാം മുഴുവൻ. ഇപ്പം ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ കണ്ണേൽ ഇവനെ പുറത്തോട്ട് വിടുക, പിന്നെ കണ്ണേൽ തിരിച്ചുകൊള്ളുന്ന കാശേരി ഇരുത്തുക. എന്നെ ഇടവേട ഒരു കൊച്ചങ്ങാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ മൊത്തം നോക്കുക. അങ്ങനെ ആ നോട്ടം കണ്ടാൽ ഇതിനെ ഒരു തള്ള പ്രസവിച്ചതല്ല, ഞങ്ങളെല്ലാവരും കൂടെ പ്രസവിച്ചതാണ് എന്ന് പറയുന്ന പോലെയാണ്. എന്നാ നോട്ടമായതൊക്കെ. സ്തോത്രം. ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഹൃദയം ദൈവത്തോടും. എനിക്ക് ഒരു കോള് നിങ്ങൾ വിളിക്കുക, അപ്പോൾ നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വിളിക്കുക. അഗസ്റ്റിൻ ഞാൻ പറയും അച്ഛാ കട്ട് ചെയ്യുക, ജെയിംസ് പാസ്റ്റർ കട്ട് ചെയ്യുക, സെൻട്രൽ പാസ്റ്റർ വിളിക്കുന്നുണ്ട്.
അപ്പോൾ സെൻട്രൽ പാസ് എന്നോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ചാലക്കുടി MP ബെന്നി ബെഹനാൻ സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും, സാറേ ഒന്ന് കട്ട് ചെയ്യുക, ബെന്നി ബെഹനാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും, MP കട്ട് ചെയ്യുക, 3.25 കോടിയുടെ മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടിരിക്കുമ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുകയാണെങ്കിലോ ഞാനത് കട്ട് ചെയ്യാൻ പറയേണ്ട കാര്യമില്ല, അത് പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പ്രധാനയുടെ ഫോൺ എടുക്കും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, വിളിക്കാൻ പോകുന്നയാൾ, സംസാരിക്കുന്നയാൾ VIP ആണെങ്കിൽ ഇതിനെ ഞാൻ RIP ആക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ 6 മണി മുതൽ നമ്മൾ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പഞ്ചായത്ത് മെമ്പറോടല്ല, ഇത് MLA-യോടല്ല, ഇത് MP-യോടല്ല, 135 കോടി ആള് പ്രധാനമന്ത്രിയോടല്ലെന്ന് നിനക്ക് ജീവൻ തന്ന കർത്താവുമായിട്ടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കോളാണ് ഇതിനേക്കാൾ വലിയ കോൾ എന്ന് പറയുന്നത്? ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന എന്ന് പറഞ്ഞാൽ വല്ല മനസ്സിലായോ? നമ്മളിപ്പോൾ ഈ റോട്ടിലൊക്കെ പോകുന്ന നമ്മളെക്കുറിച്ച് അളക്കുന്ന പരാതി, നമ്മൾ വേറെ ഒരു ദൈവത്തെ ആരാധിക്കില്ല. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വഴിയിലൊക്കെ ആളുകൾ മുട്ടുകുത്തിയെന്ന് ആരാധിക്കുക. പുള്ളി PhD-കാരനാ, ഡോക്ടറാ, ഭയങ്കര തലമണ്ടയാ. പക്ഷേ ആരാധിക്കുന്ന മുട്ടൂത്തി നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ അഡ്രസ്സ് പറയാൻ പുള്ളിക്ക് അറിയാമേല. അത് ഏത് നാട്ടുകാവളി, അതൊക്കെ ഒരു വിശ്വാസം, അതല്ല എല്ലാം എന്ന് പറയും. പക്ഷേ ചട്ടയും മുണ്ടുകൊടുത്തതാണ് പെന്തിക്കോസിലെ അമ്മച്ചിയെങ്കിലും, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ലെങ്കിലും, PhD-കാരൻ വഴി മുട്ടുകുത്തിയാലും ഞങ്ങൾ കണ്ടതിന് മുമ്പിൽ മുട്ടുകുത്തത്തില്ല. ഞങ്ങൾ മുട്ടുകുത്തുന്നെങ്കിൽ അത് വെളിപ്പെടുത്തപ്പെട്ടതിന് മുൻപിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ. ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ വെളിപ്പെടുത്തി തന്നത്. സഭയൊരു വെളിപ്പാടാ, ക്രിസ്തു ഒരു വെളിപ്പാടാ, അന്യഭാഷ ഒരു വെളിപ്പാടാ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഒരു വെളിപ്പാടാ, രക്ഷയൊരു വെളിപ്പാടാ, സ്നാനം ഒരു വെളിപ്പാടാ, അന്യഭാഷ ഒരു വെളിപ്പാടാ, നിത്യത ഒരു വെളിപ്പാടാ. ഇതകത്ത് കയറിയവർക്കായി ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുകയോ. വടക്കോട്ട് പോവുകയാണ്. ഇതല്ലോ എന്തിന്? സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ അകത്ത് ഒരു സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഭാരം വീതമാണ് കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നത്. അത് കത്തിത്തീർന്ന് ഹീലിയമായിട്ട് മാറുകയാണ്. അനധിവിദൂര ഭാവിയിൽ ഈ സാധനം അങ്ങോട്ട് കത്തിച്ചാമ്പലായി തീരുമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പം നാട്ടുകാരൊരു ചോദ്യം ചോദിക്കും, പാസ്റ്ററേ, സൂര്യപ്രകാശമില്ലാതെ ലോകമുണ്ടാകുമോ? ചോദ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഉത്തരം ഞങ്ങൾ പറയാം, ഉണ്ടാവും. സൂര്യന്റെ ആവശ്യമില്ലാത്ത ഒരു ലോകം ഇവിടെ ഉണ്ടാകും. വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂര്യപ്രകാശം ആവശ്യമില്ലെന്ന്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് എന്നാ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഹാലജൻ ബൾബുകളുടെ ബഹളമാ. എന്തോരും ബൾബായിട്ടിരിക്കുന്നത് എന്തിനാ? എന്നെ കാണാനാ. ഒരു കണക്കിന് ഈ ബൾബല്ല 10 ഇരട്ടി വേണം എന്നെ കാണണമെങ്കിൽ. കിടന്നോട്ടെ, ധാരാളം ആൾക്ക് ഇത് കാണാമല്ലോ. നാളെ നേരം വെളുത്ത് പകൽ സമയത്ത് ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് ചെന്നാൽ അവിടെ ഹാലജൻ ബൾബുകൾ കിടപ്പുണ്ടോ? ഇല്ല. അത് ഓഫ് ചെയ്തില്ലേ? എന്തുകൊണ്ട്? പകൽ സമയത്ത് ടേൺ ചെയ്യാൻ ആ വെട്ടം വേണം. ജംഗ്ഷനിൽ വരുമ്പോൾ തിരിച്ചു പോകാൻ ആ വെട്ടം വേണം. നമ്മുടെ കാൽ ഓടയിൽ വീഴാതിരിക്കാൻ രാത്രി ആ വെട്ടം വേണം. പക്ഷെ നേരം വെളുത്ത് ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഒറിജിനൽ സൂര്യൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യം വരികയില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊരു ഒറിജിനൽ സൂര്യനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാരാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ 375 പേരുകളുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്. അതിൽ ഒരു പേര് മാത്രം പറയാം, മലാക്കി പ്രവചനം 4-ാം അധ്യായം. അവർ രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യനായിട്ട് ഉദിക്കുമെന്ന്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത കല്ലും ഉരുട്ടി വെച്ച് നിങ്ങളിവിടെ 15-ാം ബലി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്തുകൊണ്ട്, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ കണക്കിന് ഭേദിച്ച് തോൽപ്പിച്ചുകൊണ്ട്, ന്യായ പ്രമാണത്തിന്റെ വിധിപ്രകാരം പാപത്തിന്റെ ശമ്പളം മരണപത്രെ കടമുഴക്കിക്കൊണ്ട്, ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ
വെളിച്ചത്തെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. മോനെ, ഇനിയൊരു വരവും കൂടെ വരും. എങ്ങനെ? 1000 കോടി സൂര്യപ്രഭയോടുകൂടി, മുൾക്കിരീടധാരിയായിട്ടല്ല, പൊൻകിരീടധാരിയായി, പൊൻ ചെങ്കോലുമായി, സഹസ്രാധിപ വാഴ്ച നടത്തുവാൻ രാജാതിരാജാവായി, കർത്താതികർത്താവായി യേശു മടങ്ങി വരും. ആ വരവ് സംഭവിക്കുന്ന സമയത്ത് ഇവിടത്തെ ഒറിജിനൽ സൂര്യൻ വരുമ്പം ട്യൂബ്ലൈറ്റ് ഓഫ് ആവുന്ന പോലെ ഈ സൂര്യൻ അങ്ങോട്ട് കറുത്ത് കരിമ്പിടം പോലെ മാറും. സ്വത്രം സ്വത്രം. സൂര്യൻ കരിമ്പടം പോലെ ആറുമെങ്കിലും അതിനെ കളയില്ല കേട്ടോ. 15 വർഷങ്ങൾ കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറക്കരുത് ഡൽഹി ഗവൺമെൻറ്. ഇതുപോലെ സൂര്യനെ കളയില്ല. 19-ാമത്തെ സങ്കീർത്തനത്തിനകത്തുണ്ട്, അവിടെ അവൻ സൂര്യന് കൂടാരം ഇതൊന്നുമില്ല. ഭൂമി പാഴായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനെ റീപ്ലനിഷ് ചെയ്ത് ക്ലിയറാക്കിയതുപോലെ, റീകണ്ടീഷൻ ചെയ്ത് ശരിയാക്കിയതുപോലെ ഈ സൂര്യൻ വാഴ്ച കാത്തുകൊണ്ട സാധനമാണ്. മനുഷ്യൻ്റെ വാഴ്ച വീഴ്ചയിൽ കലാശിച്ചു, സൂര്യൻ്റെ വാഴ്ച വീഴ്ചയിൽ കലാശിച്ചിട്ടില്ല. അതുകൊണ്ട് പഴയ പിതാക്കന്മാർ പഠിപ്പിച്ചു വെച്ചത് ഞാനും വിശ്വസിക്കുന്നു. ജയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒറ്റമുറിയും അടുക്കളയുണ്ടെന്നല്ല പറഞ്ഞത്, അനേക സ്ഥലങ്ങളുണ്ടെന്ന്. അവിടെ ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ജീവശതഫലം തിന്നാൻ കൊടുക്കും, ജയിക്കുന്നവന് എന്നോട് ഇരിപ്പാൻ വരം നൽകും, പുതിയ പേര് കൊടുക്കും. ഇതൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുക, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. ഉദയനക്ഷത്രം കൊടുക്കും എന്ന് പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഈ രക്ഷിക്കപ്പെട്ടവരെ ഇവിടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ, വീട് നഷ്ടപ്പെട്ടു, കൂട് നഷ്ടപ്പെട്ടു. എനിക്ക് 10.25 സെൻറ്റും വീടും ഉണ്ടായിരുന്നു. അപ്പൻ പറഞ്ഞു, ഞാനും നീയും ഈ വീട്ടിൽ ഒരുമിച്ച് വാഴുന്നു അത്ര ശുഭകരമല്ല. സഫാരി സൂട്ട്കേസിൻ്റെ പൂട്ടുവീഴാത്ത ലോക്കും എടുത്തുകൊണ്ട് ചാക്കുനൂല് വട്ടം കെട്ടിക്കൊണ്ട് 17-ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതാ. സ്ത്രീധനം വാങ്ങാതെ ഞാൻ പെണ്ണ് കിട്ടുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഞാൻ സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കിട്ടിയത് 2 പെൺകുട്ടികൾ എനിക്ക് തരാവൂ എന്ന് ഞാൻ പരസ്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളെ കർത്താവ് തന്നു. ആരോട് പറയാ? ആളുകൾക്ക് ഈ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമ. എന്നോട് ചോദിക്കും, എത്ര മക്കളാ? 2 പേര്. അടുത്ത അവരുടെ ആശ്വാസവാക്ക്, ഒരാണും. ഞാൻ പറയാം, അല്ല 2 പെണ്ണ്. ഞാൻ പറയും, ഇയാൾ ചൂടുന്നത് ഇയാൾക്കാണോ ഉണ്ടായത്? എനിക്കല്ലേ ഉണ്ടായത്? എന്ത് ഇയാളെന്തിനാണ് പ്രാക്ടിക്ക് ചുരുങ്ങുന്നത്? ഞാൻ പറഞ്ഞ എനിക്ക് 2 പൊൻപിള്ളേരാന്നാ പറയുന്നത്. സ്വത്രം. പെൺപിള്ളേരുള്ളവർക്കായ ദൈവത്തിന് സ്വത്രം. സ്വത്രം സ്വത്രം. പിന്നെ അവരെ ഞങ്ങൾ അധികം ഉപദ്രവിക്കാതിരുന്ന് വെച്ചാൽ മതി. സ്വത്രം. എന്താണെന്നും വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല, ഞാൻ പറഞ്ഞു പറയട്ടെ. അപ്പോൾ എൻ്റെ അപ്പൻ ആ വീട്ടിലോട്ട് കയറ്റിയിട്ടില്ല പ്രിയപ്പെട്ടത്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. 36 കൊല്ലമായി ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് 10.25 പോയുള്ളൂ. 10.25 ഏക്കർ പോയവരുണ്ട്. കൈ നടും 4 മുറിയും നടുമുറ്റവും ഉണ്ടായിരുന്ന ആളുകൾ, മാന്യമായി ജീവിക്കേണ്ടവർ, യേശുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും അപ്പൻ വീതം കൊടുക്കാത്തവരുണ്ട്. അവരോടാ ഞാൻ പറയട്ടെ, ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവര്. അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഈ നാമത്തിന് വേണ്ടി പുസ്തകം എടുത്താൽ, ധ്യാനപ്പെട്ടതിന്റെ പേരിൽ, അഭിഷേകം പ്രാപിച്ചതിന്റെ പേരിൽ, പരസ്യമായി ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ, ഈ പള്ളികൾ വിട്ടതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും 100 മടങ്ങ് ലഭിക്കാത്തവരായി ആരും ഉണ്ടാകത്തില്ല. കരുത്തനായ ദൈവത്തിന്റെ കരത്തിൽ പിടിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ കരമടിച്ചും രാത്രി ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. അപ്പൊ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. അടുത്തത് ചന്ദ്രൻ. എന്ത് സംഭവിക്കും? ചന്ദ്രൻ അശോകന്റെ അനിയൻ ചന്ദ്രന്റെ കാര്യമല്ല പറഞ്ഞത്. മേളിലെ ചന്ദ്രൻ എന്ത് സംഭവിക്കും? അത് രക്താംബരം, രക്തതുല്യമാകും. ഈ സൂര്യൻ പറഞ്ഞപ്പെടുത്തുന്ന സമയമായി. പിന്നെ ചന്ദ്രൻ അധികം നേരം പറഞ്ഞു, ചുരുക്കി അങ്ങോട്ട് പറയാം, നമുക്ക് സമയം നിർത്തണമല്ലോ. സ്വയമായി പ്രകാശം നൽകുന്ന ഗോളമല്ല ആര്? ചന്ദ്രൻ. അപ്പം സൂര്യപ്രകാശം ലഭിച്ചിട്ട് റിഫ്ലക്ഷൻ, പ്രതിബിംബം നൽകുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പം തന്നെ കാര്യം പിടികിട്ടി. ഇവിടെ നിന്ന് എല്ലാവരും ആദ്യം പോകുന്ന ചന്ദ്രനിലേക്കാണ്. ഇപ്പോഴും ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശ്രദ്ധിച്ചോളണം. അപ്പോൾ സൂര്യൻ ഇവിടെ കട്ടയും പടവും മടക്കി കളം വിട്ടൊഴിയുമ്പോൾ അതിനെ ആശ്രയിച്ചുന്ന ചന്ദ്രനും എന്ത് ചെയ്യും?
സ്ഥലം വിടും. കല്യാണ പന്തലിൽ നിന്ന് ചെക്കനും പെണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലൂടെ ഐസ്ക്രീം തോണ്ടി തിന്ന് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പൂരപ്പറമ്പിൽ നിന്ന് കൊമ്പനാനയും പാഞ്ചാരികളും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഈ പൊട്ടാത്ത പടക്കവും പൊട്ടിയ ബലൂണും ഊതിയുറപ്പിച്ചടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അച്ഛൻ കുർബാന നിർത്തിയാൽ പിന്നെ കപ്പ്യാര ധൂപക്കുറ്റി വീശിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു മാറിയാൽ ചന്ദ്രൻ സ്ഥലം വിടും. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാതായാൽ ഇവിടെ എന്ത് സംഭവിക്കും അതറിയണ്ടേ? ഇവിടെ എന്ത് സംഭവിക്കും? പിന്നെ കാലങ്ങൾ ഉണ്ടാവില്ല, ദിവസവും ഇല്ല, മണിക്കൂറില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഉദാഹരണം, ഇപ്പം ഇന്ന് 9:00 ഞാൻ പ്രസംഗം നിർത്തി. ഷാപ്പാടേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്ത് പറയും? നിങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ പോകുമ്പോൾ എന്ത് പറയും? നമ്മളെന്ത് പറയും? ആണുങ്ങൾ ഗുഡ് പറയാറില്ലേ? ഗുഡ് നൈറ്റ്. നമ്മൾ ഇവരല്ല, ഇവർ എന്നതുപോലെ പറയും ബാക്കി നാളെ പറയാം, അങ്ങനെ പറഞ്ഞാൽ അവർ പോകുന്നത്. നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞാണ് പോകുന്നത്. അപ്പം എന്താണ് ഈ 9:00 ഇവിടെ അല്ല ഗുഡ് നൈറ്റ് പറഞ്ഞാൽ? 9:00 ആയതുകൊണ്ടാണ്. 9:30 ആകുമ്പോൾ ഗുഡ് നൈറ്റ് പറയണമെന്ന് കേരളത്തിൽ നിയമമുണ്ടോ? പിന്നെന്താ 9 ഗുഡ് നൈറ്റ് പറയുന്നത്? സൂര്യനെ കണ്ടില്ല, അതുകൊണ്ടാണ്. സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ് 9:00 ഗുഡ് നൈറ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും സൂര്യൻ ഇല്ല എന്ന് ബോധ്യമാകുമ്പോൾ ഉറക്കം വരുമ്പോൾ ഗുഡ് നൈറ്റ് പറയാം. തെളിവ്, നാളെ നേരം വെളുത്ത് 9:30 സൂര്യൻ ഉദിച്ചിട്ടില്ല. പടിഞ്ഞാറൻ ചക്രവാളക്കീറുകൾക്കുള്ളിൽ ചെഞ്ചായി പോശി പറഞ്ഞ സൂര്യൻ കിഴക്ക വെള്ള കയറി വന്നിട്ടില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയൂ? നാളെ രാവിലെ 9:00 സൂര്യൻ വന്ന് ഗുഡ് മോർണിംഗ് പറയുമോ? ഇല്ല. ചെല്ല് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നാളെ തന്നെ ആയിരിക്കണേ, ഞാൻ സഹായത്തിന് വരണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നാ പഠിച്ച വിത്തുകളാന്ന് ആർക്കറിയും. അപ്പം സൂര്യനുള്ളത് കൊണ്ടാണ് രാത്രിയും പകൽ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറയണത്. അപ്പം സൂര്യൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാത്രിയും ഇല്ല. അതാണ് ഞാൻ ഒന്നുകൂടി പറയാം. ബൈബിളിലേക്ക് വരാം. പഴയ നിയമത്തിൽ ദൈവം പറയണം, പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. അപ്പൊ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത്, ഇത് തിരിച്ചറിയാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 104-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യം, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാല നിർണയത്തിനായി നിയമിച്ചു. സൂര്യമാനവർഷം, ചന്ദ്രമാനവർഷം, ഗജരാവർഷം, ശകവർഷം, മലയാളം, ജൂലിയൻ കലണ്ടർ, നമ്മുടെ മലയാളം ചിങ്ങമാസമൊക്കെ, ചിങ്ങം, കന്നി, തുലാം വർഷമൊക്കെ അറിയാമില്ലേ? ഇസ്രായേൽ ചന്ദ്രമാന വർഷമാണ് കണക്ക് കൂട്ടുന്നത്. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ 14 + 14 ആരോട് ചോദിക്കാം? 14 + 14 എത്രയെന്ന്? 28. ആ പൗർണമാസി, അമാവാസി 28 × 2 30 × 12. പ്ലസ് ചോദിച്ചിട്ട് പറഞ്ഞില്ല, പിന്നെയാണ് ഇൻറ്റു 360. അതാ അവരുടെ കണക്ക്. അപ്പം നോക്കിക്കൊള്ളണം, സൂര്യനും ചന്ദ്രനും ദൈവം സൃഷ്ടിച്ചു. അവയെ ഇങ്ങനെ അമ്പലക്കാള കണക്കെ അഴിഞ്ഞാട്ടത്തിന് വിട്ടിരിക്കുകയല്ല, ഒരു കാലഗണനയുടെ കീഴിൽ കൃത്യമായ സമയം വെറിച്ച് പകലും രാത്രിയും വിഭാഗിച്ചു കൊടുത്തിരിക്കുക. ഇതേ ദൈവം പറയുകയാണ്, കാലങ്ങൾ തീരും. മുന്നറിയിപ്പ്. നമ്മൾ ശവടക്കാൻ നേരത്ത് പറയും, ആനിയേലേ പോയിക്കൊള്ളുക, അടുത്ത വാക്ക് പറ. കണ്ടോ, കാലാവസാനത്തെങ്കിൽ കാലം ഉണ്ടാക്കിയ ദൈവം തന്നെയാണ് പറയുന്ന കാലത്തിന് അവസാനമുണ്ടാകും. പുതിയമം കാലത്തികവെങ്കിൽ കന്യകയിൽ കൂടെ യേശു ജനിച്ചു. യോഹന്നാന്റെ പ്രസംഗം, അവൻ തടവിലായപ്പോൾ യേശു പ്രസംഗിക്കുന്ന ആദ്യത്തെ വാക്ക് കാലം തികഞ്ഞു. മത്തായി 24:3, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? മാനവജാതിയോട് സംസാരിക്കുവാനുള്ള ദൈവത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൽ പറയുന്നു, ഇനി സൂര്യന്റെ പ്രകാശം ആവശ്യമില്ല, ചന്ദ്രന്റെ പ്രകാശം ആവശ്യമില്ല, പകരം കുഞ്ഞാടാണ് അവിടുത്തെ വിളക്ക്. സൂര്യനും ചന്ദ്രനും പോകുമ്പോൾ സംഭവിക്കുന്ന ഇവിടെ കാലങ്ങളില്ല, ദിവസങ്ങളില്ല. അതാണ് ലാഭം. അതാണ് പറഞ്ഞ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. എന്താണ് ലാഭം എന്ന് പറഞ്ഞാൽ? ലാഭം ഇപ്പൊ ഇന്ന് ഞാൻ യോഗം കഴിഞ്ഞ് പോകുമ്പം ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത തന്നെ നിത്യത എന്ന് പറഞ്ഞില്ല മനുഷ്യൻ, നിത്യത. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിന് പറയുന്ന പേരാണ് എന്തോന്ന്? ലാഭം. ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ ചെന്നു, ഒരു ഞാലിപ്പൂവൻ്റെ കൊല 100 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ ചേട്ടാ ഇതെവിടെ ഇരിക്കട്ടെ, ഞാൻ ചായ കുടിച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് വന്നപ്പോൾ ഒരു പുള്ളി അതിൻ്റെ തണ്ടയെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുക. ഇത് 1/2 വാഴക്കൊലിയാണ്, ഞാൻ മേടിച്ചാണ്. എത്ര രൂപ? 100 രൂപ. ഞാൻ കണ്ടുവച്ചതാണ്, ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയാണ്. കൊടുക്കുന്നോ? ഇല്ല. 110 ഇല്ല, 120 ഇല്ല, 130 കൊടുക്കണില്ല, 140. ഇയാൾക്കിപ്പോൾ ഈ കൊല തന്നെ നിർബന്ധം എന്താണ്? കണ്ടു മോഹിച്ചു പോയി, അതുകൊണ്ടാണ് ചേട്ടാ 150. ഇപ്പം നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിനിപ്പോൾ വലിയ പിടിയായാലും ഒരു കാര്യം ചെയ്യും, നീ കൊണ്ടു.
അപ്പം 8 രൂപയുടെ ചായ കുടിക്കുന്ന നേരം കൊണ്ട് എത്ര രൂപ ലാഭം കിട്ടി? 42 രൂപ. അങ്ങനെ നിന്ന നെപ്പിൽ ഒരു ഞാലിപ്പൂവൻ കൊലയുടെ ബേസിൽ 42 രൂപ ലാഭം കിട്ടിയ ഒരാൾ ഈ യോഗത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്വത്രം പറയും. എന്നാ കാര്യം? എന്നാലും ആ 42 വന്ന വഴി ഓർക്കുമ്പം സ്വത്രം ഉണ്ട്. അപ്പോൾ അവർക്ക് ഇനി പ്രസംഗം നന്നാവണമെന്നില്ല, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഒന്നും മനസ്സിലാവണമെന്നില്ല. ആ 42 ലാഭവും ചായയുടെ കാര്യം ഓർക്കുമ്പം സ്വത്രം. അപ്പോൾ ഈ സ്വത്രം പറയാതെ ഏത്തവാഴയ്ക്ക് ഊന്ന് കൊടുത്തു പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആരായിരിക്കും എന്നും കൂടെ പറയണ്ടേ? അത് പറയാം. ഈ പിശുക്കന് PhD എടുത്ത ഒരു പുള്ളിയെ നോക്കിയപ്പം കുരുമുളകിൻ്റെ വില മേലോട്ട് കുതിച്ച് കയറുക. പുള്ളി പിശുക്കന് PhD എടുത്താട്ടാ. പുള്ളി നോക്കിയപ്പോൾ 100 രൂപയായി. 40 രൂപ ഉണ്ടായിരുന്ന കുരുമുളക് 100 രൂപയായി. പുള്ളി 2.5 ലക്ഷം രൂപയ്ക്ക് കുരുമുളക് ഒന്നിച്ച് മേടിച്ചു വെച്ചു. ഭാര്യ പറഞ്ഞു, എന്തിനാച്ചാ? എടീ, നമ്മുടെ കൊച്ചിന് ഇപ്പം എത്ര വയസ്സായി? 15. 10 കൊല്ലം കഴിഞ്ഞാൽ 25. കെട്ടിക്കണം. സ്ത്രീധനം എത്ര? 5 ലക്ഷം. അത് ഇതാ കൂടി ഈ 2.5 ലക്ഷം 10 കൊല്ലം എന്താവും? 5 ലക്ഷം. നീ കണ്ടോടി. നോക്കി നിൽക്കുമ്പോൾ കുരുമുളകിൻ്റെ 110, 20, 30, 40, 50, 60, 70. അച്ഛാ അങ്ങോട്ട് കൊടുക്കച്ചാ. കൊടുക്കില്ല. പെൺവാക്ക് കേൾക്കുന്നതിന് പെരുവഴി. നീ നോക്കിക്കോ, ഇത് 210 കൊടുക്കുള്ളൂ. എന്നിട്ട് 210 കണക്ക്. 100 എൻ്റെ മുടക്ക്, 100 ലാഭം. പിന്നെ എന്തിനാ 10? എനിക്ക് തോന്നണത് സ്തോത്രക്കാഴ്ച ഇടാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. കാരണം മൊത്തം 10 ഞങ്ങൾ കാണുന്നത്, അതുകൊണ്ടാണ്. അതെ. അപ്പോൾ 210, 190 പറഞ്ഞു. അച്ഛാങ്ങോട്ട് കൊടുക്കച്ചാ. കൊടുക്കില്ലടി. നീ നോക്കി 210 വന്നേനും കൊടുക്കും. കൊച്ചാണെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോനെ പിറ്റേ ദിവസം കുരുമുളക് കുത്തനെ ഇടിഞ്ഞു. ഇന്തോനേഷ്യയുടെ കുരുമുളക് കയറിപ്പോയി. 180, 70, 60, 50, 40, 30, 40. എൻ്റെ പൊന്നെ, ഈ കുരുമുളകിൻ്റെ വില താഴോട്ടും കൊച്ചു വളർന്ന് മേലോട്ടും വളർന്നു. ഡോക്ടറെ കല്യാണം ആലോചിച്ച് വന്നു. അങ്ങനെ 10 കൊല്ലം മുൻപ് 100 രൂപയ്ക്ക് മേടിച്ച കുരുമുളക് 58 രൂപയ്ക്ക് വിറ്റു എന്നിരിക്കട്ടെ. ആ പുള്ളിയുടെ ഇരിപ്പാണ് എന്തോന്ന്. ഇനി സൂര്യൻ കരിമ്പടം പോലെ കറുത്താലും ചന്ദ്രൻ്റെ തുല്യമായി മാറിപ്പോയാലും, യേശു വന്നാലും, പാട്ടുകാരുടെ കൊരവള്ളി പൊട്ടിച്ചാലും, ടാമറിൻ്റെ കിലുക്കട്ടം പറകണ പോയാലും, കീബോർഡ് 8ാമത്തെ കട്ട പിടിച്ചാലും, സ്കാർഫ് ആരാധിച്ച് താഴെ പോയാലും, ഇയാൾ ഓർക്കും എൻ്റെ ദൈവമേ, എൻ്റെ കുരുമുളക് എൻ്റെ 2 ലക്ഷം ആ നഷ്ടബോധമാണെന്ന്. വല്ലതും മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെന്നിരിക്കട്ടെ. ആര്? നിങ്ങളാരെങ്കിലും മരിക്കുകയാണെന്നിരിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്. ചില ആളുകളുടെ മോന്ത കണ്ടപ്പം അറം പറ്റുന്ന വാക്ക് വേണ്ടാന്ന് വെച്ചു. ഞാനെങ്ങാനും പറയും, ആരെങ്കിലും ആദ്യ കയറി ചാകുകയും ചെയ്താൽ മേലാൽ ആറ്റിങ്കൽ കൺഷൻ എന്നെ വിളിക്കുകയില്ല. ഈ പുള്ളി വന്നാൽ ആൾ ചാവൂന്ന് പറഞ്ഞു കളയും. അപ്പം ഞാൻ ചാകാന്നിരിക്കട്ടെ. ജെയിംസ് പാസ്റ്ററിൻ്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ചോളും. സ്വത്രം. ഇന്ന് രാത്രി ഞാൻ ചത്താൽ അതാണ് എൻ്റെ ലാഭ കച്ചവടം. വല്ലതും മനസ്സിലാവണ്ട? വല്ല മനസ്സിലായി? ഞങ്ങൾ പറയാം, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ജീവിതം വെച്ചു കൊടുത്തത് 15ാമത്തെ വയസ്സിലാണ്. എനിക്ക് 52 വയസ്സ് കഴിഞ്ഞ് 53 ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ ആ 36 കൊല്ലമായി കർത്താവിൻ്റെ കയ്യിൽ ജീവിതം കൊടുത്തിട്ട്, എൻ്റെ കണക്കിൽ വലിയ നീണ്ട കൊല്ലമാണെങ്കിലും കർത്താവിന് 36 സെക്കൻഡേ ഉള്ളൂ അത്. അപ്പം ഞാൻ കർത്താവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തത് 36 കൊല്ലം. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ മരണം ലാഭമാകുന്ന എങ്ങനെയാണെന്നറിയാമോ? തിരിച്ചു കിട്ടുന്നത് 36 കൊല്ലമല്ല. സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, 1, 2, 3, 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി ഫെബ്രുവരി മാർച്ച് ഡിസംബർ മാസങ്ങൾ ഇല്ലാത്ത, 2020 21 വർഷങ്ങൾ ഇല്ലാത്ത, 21 22 നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, ഋതുക്കളും ഋതുഭേദങ്ങളും ഇല്ലാത്ത നിത്യതയാണ് ദൈവം തിരികെ തരുന്നത്. അതാണ് ലാഭം. സൂര്യനും ചന്ദ്രനും ഇവിടുന്ന് കളം വിട്ടൊഴിയുന്നതോടുകൂടെ ഇവിടെ കാലങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പാടിയത്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരണോ? ഇപ്പഴാ കയറി വന്നോളൂ. പഴയ മണ്ണനഞ്ചന കറക്കി വിടണം. തിരികെ. ഞാൻ ഗണേശൻ പറഞ്ഞു, മക്കളെ എവിടെ പോയാൽ തിരിച്ചു വരണം. എൻ്റെ പിള്ളേർ ഞാൻ തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ബഹ്റിൽ പോയാൽ അമേരിക്ക തിരിച്ചു വരണം. പക്ഷേ സ്വർഗത്തിൽ ഞങ്ങൾ അങ്ങനെ പോവില്ല. പോയാൽ ആറ്റുകളിലേക്ക് തിരിച്ചു വരത്തുമില്ലെന്ന്.
ഈ പോണ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ ചക്ക വിളിഞ്ഞും കണക്കെന്ന് വളയുന്നത്? എങ്ങടാ പോണെന്ന് വല്ല അറിയാമോ? അവിടെ ആരാ ഉള്ളതെന്ന് വല്ല അറിയാമോ? അതൊക്കെ മനസ്സിലാക്കണം. ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറയാം. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആറ്റിങ്ങലിൽ ഉള്ള സ്വന്തം ബന്ധുക്കളെക്കാൾ കൂടുതൽ സ്വന്തം ബന്ധുക്കാർ നിത്യതയിലുണ്ട്. സ്തോത്രം. എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ അപ്പൻ്റെ പെങ്ങൾ സ്വർഗത്തിലുണ്ട്. 15 വയസ്സിൽ കോഴിക്കോട് സഭയിൽ സ്റ്റെയിൻ ക്യാൻസർ രോഗം പിടിച്ചു മരിച്ചു. ഞാൻ അവൻ അടക്കിയത്. അവൻ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. 21 വയസ്സുള്ള ഞങ്ങളുടെ ജിജിക്ക് റെയിൽവേയിൽ ജോലി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അവൾ തലയിൽ ക്യാൻസർ വന്ന് മരിച്ചു. അവളെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അടക്കിയിരിക്കുന്നു, അവരെ കാണാൻ ആഗ്രഹമില്ലേ? ആദാമിനെ കാണാൻ ആഗ്രഹമില്ലേ? ഇയ്യോബിന്റെ കൂടെ ഉപസിക്കാൻ ആഗ്രഹമില്ലേ? പോകട്ടെ, എല്ലാറ്റിലുപരിയായി ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരിക്കുന്ന പ്രിയനെ കാണാൻ ആഗ്രഹമില്ലേ? നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ആറ്റിങ്ങലിലുള്ളതിനേക്കാൾ സ്വന്തക്കാര് നിത്യതയിലാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചെന്ന് രാത്രി ഒരു പ്രാവശ്യവും കൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ. സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നക്ഷത്രങ്ങൾ പെരുങ്കാറ്റും കൂടെ ഉതിർന്ന് അത്തിക്കായകൾ പഴുത്ത് താഴെ വീഴുന്ന പോലെ താഴെ വീഴും, ഉൽക്കകൾ താഴെ വന്ന് വീഴും. വെളിപ്പാട് പുസ്തകം 8:10 വായിച്ച്. വെളിപ്പാട് 8:10 പുസ്തകത്തിന്റെ മൂന്നാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. കണ്ടോ കണ്ടോ? മതി, നോക്ക് നിങ്ങൾ നല്ല നേരം എടുത്ത്. അപ്പോൾ തീരാൻ പോവുക. എന്തായാലും വായിക്കാൻ കണ്ട സമയം ഒരാൾ വായിച്ചോ, നോക്കൂ. അപ്പോൾ എന്താണ്? ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ഇങ്ങോട്ട് വരികയെന്ന ഒന്നും തോന്നണില്ലേ നിങ്ങൾക്ക്? എന്നാ തോന്നാൻ? എൻ്റെ ഈ മലയാള വാക്കിൻ്റെ കുഴപ്പമാണ്. ദീപം പോലെ ജ്വലിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ദീപം ദീപം ആ ദീപമല്ല ഈ ദീപം. ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNTയുടെ 100 മടങ്ങ് എടുത്താൽ കിട്ടുന്നതിൻ്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിക്ക് പറഞ്ഞിരിക്കുന്ന പേരാ ഇവിടുത്തെ ദീപം. മനസ്സിലായോ? പഴയമത്തിൻ്റെ ഭാഷയത്. ഒന്നുകൂടെ പറയാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. അന്ത്യകാകളനാദത്തെങ്കിൽ അടുത്ത വാക്ക് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. എൻ്റെ വ്യാഖ്യാനം എന്തോന്നാ? പെട്ടെന്ന്, ഗ്രീക്കിൽ ടെംനോ, വിഭജിക്കുവാൻ ആകാത്ത സമയമെന്നാ. നമ്മളെന്താ പറഞ്ഞില്ലേ? കണ്ണിമയ്ക്കുന്നതിന് ഇടയിൽ. അതെങ്ങനെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ? അപ്പം അത് പണ്ടത്തെ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ എഴുതുമോ? പണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആരും ഒന്നും ചെയ്യില്ല. ഇപ്പോഴങ്ങനെയാണോ? അല്ല, ഇപ്പം കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് എല്ലാ കോപ്രായങ്ങളും ഒപ്പിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ എഴുതുമോ? ഇപ്പോഴാണെങ്കിൽ എഴുതും ഫോട്ടോ ഫിനിഷിങ്ങിൻ്റെ ഇടയിൽ. നമ്മുടെ സ്പ്രിന്റ് റാണി ആരാ? PT ഉഷ. PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയില്ല. എന്താ കാര്യം? ഇതാണൊരു സെക്കൻഡ്. ഇതിൻ്റെ 700ൽ ഒരു അംശത്തിനാണ് മെഡൽ കിട്ടാതെ പോയത്, തോറ്റുപോയത്. ചിന്തിക്കാൻ പറ്റുമോ? ഇതൊരു സെക്കൻഡ്. ഒരു സെക്കൻഡിൻ്റെ 700ൽ ഒരു അംശത്തിനാണ് PT ഉഷയ്ക്ക് മെഡൽ കിട്ടാതെ പോയത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു തലമുടി നാരിഴ 42 കീറി ഒരുത്തൻ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആരോട് പറയും? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ 44 കയറും. വെണ്ടയ്ക്ക കണ്ടിക്കുന്നല്ലോ, വട്ടമല്ല, നീളമാണ്, നീളം. അപ്പോൾ ഒരു തലമുടി 42 കീറുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു ചാൺ നീളമുള്ള തലമുടി ചോറിനകത്ത് കിടന്ന കാണാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ? ഇല്ല. അതുകൊണ്ടല്ലേ വായി നടക്കുന്നേ. ഇപ്പം ഇതെവിടെ കിടന്നാ? ഇതിവിടെ കിടന്നാ? ഇത് എരിശ്ശേരിയും പുളിശ്ശേരിയും കൂടെ കുഴച്ചടിച്ച് പറഞ്ഞില്ല സംഗതി. എന്നിട്ട് 42 കീറി എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. നിങ്ങൾക്കോ ചെയ്യാൻ പറ്റിയില്ല, ഒരാൾ ചെയ്തപ്പോൾ സ്വത്രം പറയണ്ടേ? ഇനി ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പം കണ്ണിമയ്ക്കുന്നത് എവിടെ എത്തുന്നു? സ്വർഗത്തിൽ. ചിന്തിക്കാൻ പറ്റിയ കാര്യം. ഇവിടെ ആളുകൾ ചന്ദ്രനിലൊക്കെ 1540 പേര് വേറെ ഗ്രഹത്തിൽ താമസിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്.
ആറ്റിങ്ങലുകാരും കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ശുഭവാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രഹം വിട്ട് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ താമസിക്കാൻ അഡ്വാൻസ് കൊടുത്ത കൂട്ടത്തിൽ ആറ്റിങ്ങലുകാരുണ്ടെങ്കിൽ ശുഭവാർത്ത, നിങ്ങളിട്ട കാശ് സരിതയുടെ സോളാറിലിട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഒരെണ്ണത്തിന് കാശ് തിരികെ കിട്ടുകയില്ല, അവിടെ പോകത്തുമില്ല. ഞങ്ങൾ ഈ ചൊവ്വായിലും ബുധനിലും വ്യാഴത്തിലും നെപ്റ്റ്യൂണിലും പോകാനിരിക്കുന്നവരല്ല. ഞങ്ങൾ പോകുന്നെങ്കിൽ ഞായറാഴ്ചയിലേക്കേ പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് ചൊവ്വാദോഷവും വേണ്ട, ബുധനും വേണ്ട, പെസവ്യാഴവും വേണ്ട, ദുഃഖവെള്ളിയും വേണ്ട, കണ്ടകശനിയും വേണ്ട. ഞങ്ങൾക്ക് പോകുന്നെങ്കിൽ ഞായറാഴ്ചയിലേക്കേ പോകുന്നുള്ളൂ. നീ നക്ഷത്രങ്ങളെ പോലെ ഉയർന്ന കൂട് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ പാഴ ഇറക്കുമെന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. പിന്നെ നമ്മളങ്ങനെ പോകുന്നു, അതോടെ പറഞ്ഞു നിർത്താൻ പോവാ. നമ്മളങ്ങനെ പോകുന്നറിയണ്ടേ? കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടെ. എന്നെ ചീത്ത പറയാത്തവരില്ല നാട്ടിൽ. ഞാൻ ഈ തമ്പെറിഞ്ഞൊന്നിങ്ങനെ പരിശോധന നടത്തുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ നീ വരുമ്പം കണ്ണിമയ്ക്കുന്നതിനിടയിലൊന്നും എന്നെ കൊണ്ടുപോകരുത്. പെട്ടെന്ന് അവിടെ ചെന്നാൽ ഈ നാട്ടുകാർ കാണണ്ടേ? പാരച്ചൂട്ടി പോകുന്ന പോലെ പതിയെ പൊങ്ങിയാൽ മതി. തെങ്ങിൻ്റെ മേളിൽ വരുമ്പോൾ ഒന്ന് നിൽക്കണം. എന്നിട്ട് ഈ വേങ്ങൂർ പഞ്ചായത്തിൽ നോക്കി, ഇടാ കണ്ടടാ, ഞങ്ങളൊക്കെ പൊങ്ങൂലെന്ന് പറഞ്ഞ് നീ ഞങ്ങൾക്ക് ഇപ്പം കണ്ട, നീ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടാ എന്ന് പറയണമെന്ന് ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിലൊക്കെ ഈ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് എൻ്റെ അകവാള് വെട്ടിപ്പോയി. എന്നാന്നറിയാമോ? ഈ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ, ജോണേ 15 ലക്ഷം കോടി മൈൽ സൂര്യൻ, ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അത്യന്താധുനികമായ ഉപകരണങ്ങളെ 50 കൊല്ലം കഴിഞ്ഞ് 5 6 ഇരട്ടി സ്പീഡുള്ള സംഗതിയായിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മുടെ 2G 3G 4G കണ്ടിട്ടില്ലേ? നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു ന്യൂജി ഇല്ലേ, ന്യൂജി, അതുപോലെ 3G പോലൊരു സാധനം അത്. അപ്പോൾ അതുപോലെ അങ്ങനെ പുതിയ വേർഷൻ അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ന് കണ്ടുപിടിപ്പോൾ OEGA-2 അതിനകത്താണ് ചന്ദ്രനിലേക്ക് പോയത്. അപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയുന്ന സംവിധാനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം നാളെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇന്ന് കണ്ടുപിടിച്ചതിനേക്കാൾ ഒരു 50 ഇരട്ടി സ്പീഡുള്ള ഒരു അത്യന്താധുനികമായ ഉപകരണം കണ്ടുപിടിച്ചാൽ അതിനകത്ത് മനുഷ്യൻ കയറിയിരുന്നാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000 വർഷമെടുക്കും. സ്തോത്രം. ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 50 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ പോകുന്ന ഗ്രഹത്തിനകത്ത് കയറിയിരുന്നാൽ 14,000 കൊല്ലമെടുക്കും. സ്തോത്രം. അത് ആദ്യത്തെ നക്ഷത്രത്തിൽ ചെല്ലാൻ. അതിനപ്പുറത്തെ കോടിക്കണക്കിന് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗത്തിൽ സഭ ചെല്ലാൻ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരിക്കുന്ന കർത്താവിനെ കാണാൻ കണ്ണിമയ്ക്കുന്ന ഞൊടി നേരത്തിനുള്ളിൽ സഭ സ്വർഗത്തിലെത്തും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നു. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു നോക്കി പാർത്തിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമില്ല. എന്താ കാര്യം എന്നറിയാമോ? നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷം കടയ്ക്ക് കോടാലി വെച്ച് മുറിക്കുന്ന സമയത്ത് തന്നോളമെത്തിയ ശിഖരത്തിൻ്റെ അക്കരത്തിൻ്റെ മേൽ തൂക്കണാങ്കുരുവി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ആശ്ചര്യകരമായി ഈ മരം വെട്ടുകാരൻ ചോദിച്ചു, കുരുവി നീ അറിയുന്നില്ലേ നിന്റെ മരം കുലുങ്ങുന്നത്? 8 10 കൊത്ത് ഞാൻ കൊത്തിക്കഴിയുമ്പം ഈ മരം അറിയുമെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ ശിഖരം ഇവിടെ തലതല്ലി വീഴുമെന്ന് അറിയുന്നില്ലേ? നിന്റെ കൂട് ഈ ഇളങ്കാറ്റിൽ പാറിപ്പറന്ന് പോകുമെന്നറിയുന്നില്ലേ? എന്നിട്ടും നീ എന്തിനാ പാട്ടുപാടുന്നത്? പക്ഷിയുടെ മറുപടിയാണ് രക്ഷിക്കപ്പെട്ടവരുടെ മറുപടി. അവർ പറയും, സർ, ഇല്ലെങ്കിൽ മരം വെട്ടുകാരാ, നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്തോളൂ. അവസാനത്തെ കൊത്ത് മാഞ്ഞു കൊത്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷം ഒരു മഹാലർച്ചയോടെ ഈ കാട്ടിൽ നിപതിക്കട്ടെ. തന്നോളമെത്തിയ ഈ ശിഖരം
മണ്ണിൽ തല തല്ലി വീഴട്ടെ. നാളുകൾ കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ എന്റെ കൊക്കും ചുണ്ടും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ കൂട് ഇളകിയാടി പോകട്ടെ. പക്ഷേ ദൈവം എനിക്ക് 2 ചിറകുകൾ തന്നിട്ടുണ്ട്. ആ 2 ചിറകുകൾ ഉപയോഗിച്ച് ദൈവം ശില്പിയായി പണിത അനന്തവികായത്തിലേക്ക് ഞാൻ പറന്നുയരുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ സൂര്യൻ കരിമ്പടം പോലെ കറുത്താൽ, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോയാൽ, നക്ഷത്രങ്ങൾ ഇളകി വീണാൽ, ഈ മണ്ണിളകിയാൽ, കൈകളാൽ തീർക്കാത്ത മറ്റൊരു ഭവനത്തിലേക്ക് പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ ചിറകൾ ഉപയോഗിച്ച് പറന്നു പോകുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷമായി അവസാനിക്കുമ്പോൾ 22ാമത് ആറ്റിങ്ങൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. 100 കണക്കിന് വർഷങ്ങൾ പ്രസംഗിച്ച നോഹ പെട്ടകത്തിന്റെ വാതിൽ അടയുമ്പോൾ ജനത്തോട് പറഞ്ഞു, മഴ വരാൻ പോകുന്നു, പെട്ടകം ഉയരാൻ പോകുന്നു. ആരും കേട്ടില്ല. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും നോഹയുടെ പ്രസംഗത്തിന് കുറവും വന്നില്ല. ആറ്റിങ്ങൽ ദേശനിവാസികളെ, കൃപയുടെ വാതിൽ അടയും മുൻപ്, ഇത് ഇളകി മാറുന്നതിന് മുൻപ് നിത്യതയിൽ പോകാൻ ഉറപ്പിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടുവാൻ തയ്യാറാകണം, സ്നാനപ്പെടുവാൻ തയ്യാറാകണം, കൃപയുടെ വാതിലൂടെ അകത്ത് കയറാൻ തയ്യാറാകണം. കൃപയ്ക്ക് 100 വാതിലില്ല, ഒറ്റ വാതിലേ പെട്ടകത്തിനുള്ളൂ. യേശുവെന്ന വാതിലൂടെ അകത്ത് കയറിയാൽ നിങ്ങൾക്കും നിത്യതയിൽ പ്രവേശിക്കാം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൺവെൻഷൻ തീരുകയാ, നാളെ സഭാഗമേ ഉള്ളൂ, ഞങ്ങൾ നിത്യതയിലേക്കുള്ള യാത്രയില്ല. പോരുന്നോ നിങ്ങൾ നിത്യതയിലേക്ക്? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ നെഞ്ചിൽ 2 കരവ് ചേർത്ത് വെച്ച് ആര് പറയും, എനിക്കെന്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി? ഇതൊരു ഇളകുന്ന രാജ്യമാണ്. ഇളകുന്ന രാജ്യത്തിൽ നിന്ന് ഇളകാത്ത രാജ്യത്തിലേക്ക് എന്നെ കരം പിടിച്ചു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ കരം നെഞ്ചിൽ അമർന്നിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ആകാശത്തിലെ ശക്തികൾ ഇളകി ഈ ഭൂമിയിൽ വന്ന് വീഴുമ്പോൾ, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയുമ്പോൾ, യേശു ഒരുക്കുന്ന നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ രാജ്യം ഇവിടെ വരുവാനിടയായി തീരും. ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ഞങ്ങളിൽ ഒത്തിരി പേർക്ക് തന്നതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കൈവിടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളവരുടെ കരം പിടിച്ച് ഇന്ന് രാത്രിയിൽ ഉഷസായപ്പോൾ ദൂതന്മാർ ലോകത്തിനെ ബന്ധപ്പെടുത്തിയതുപോലെ ഞങ്ങൾ അവരെ ബന്ധപ്പെടുത്തുകയാണ്. ഇത് നശിക്കാൻ പോകുന്ന പട്ടണമാണ്. ഓടിയാൽ രക്ഷയുടെ സങ്കേതമുണ്ട്. സമയം വളരെ കുറവാണ്. ഈ പദ്ധതിയല്ലാതെ ദൈവത്തിന് വേറെ പദ്ധതിയില്ല. യേശുവിനെ രക്ഷിതാവായി ദൈവമായി അംഗീകരിച്ചും കൊണ്ട് സിയോൻ യാത്രികരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ കരം പിടിക്കണമേ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇളകുന്ന രാജ്യത്തിൽ നിന്ന് ഇളകാത്ത രാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് ഉറപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കിട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഇളകുന്ന രാജ്യത്തിൽ നിന്ന് ഇളകാത്ത രാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ച ദൈവത്തിന് കരമടിച്ചാർപ്പിട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ.